أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅത സഹല. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما ربنا زدنا علما ربنا زدنا علما ربنا زدنا علما. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഖുർആനുമായിട്ടുള്ള ബന്ധം. ഓക്കെ, നമ്മളുടെ ഓരോരുത്തരുടെയും ഖുർആനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമുക്കൊന്നൊന്ന് വിലയിരുത്തി നോക്കാം. അത്രയേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് കുറവാണെങ്കിൽ നമുക്ക് കൂട്ടാം. ഇപ്പം നമ്മളൊരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതാണെങ്കിലും നമുക്ക് കൂട്ടാം. അങ്ങനെ തന്നെ. കാരണം ഖുർആൻ നമ്മുടെ എല്ലാമാണ്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം, ഇപ്പം നമ്മൾ ഒരുമിച്ച് ഓതിയല്ലോ ഫാത്തിഹ സൂറ. സുബ്ഹാനല്ലാഹ്. ഖുർആനിന്റെ ഉമ്മയാണ് അല്ലെ, ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഫാത്തിഹ നിങ്ങളുടെ ഗ്രൂപ്പിൽ പഠിച്ചു കഴിഞ്ഞു എന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഫാത്തിഹ സൂറ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഖുർആനിലെ ആദ്യത്തെ സൂറയാണ്. അതിന്റെ അത്രമാത്രം അതിന്റെ ഇമ്പോർട്ടൻസ് അതിനുണ്ട്. അത് എല്ലാറ്റിനും മതിയായതാണ് അല്ലെ. അങ്ങനെ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾക്കറിയാം ഈ ഒരു സൂറത്ത് നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിൽ ഓതിയിട്ടില്ലെങ്കിൽ നിസ്കാരം കംപ്ലീറ്റ് ആവൂല അല്ലെ. നിസ്കാരം ശരിയാവുകയില്ല എന്നുള്ളതാണ്. കാരണം അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫാത്തിഹ സൂറ എന്ന് പറയുന്നത്. അത് ഓരോ റക്അത്തിലും നമ്മൾ ഓതുന്നുണ്ട്. അതും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഫർദ് നമസ്കാരത്തിൽ മാത്രം എത്ര പ്രാവശ്യം ഓതുന്നുണ്ടാവും? ഞാൻ വെറുതെ ചോദിക്കാണ് കേട്ടോ. അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റും പറയാല്ലേ, ചാറ്റ് ബോക്സിൽ ഇടാം. നമ്മൾ ഫർദ് നമസ്കാരത്തിൽ മാത്രം ഫാത്തിഹ സൂറ എത്ര പ്രാവശ്യം ഓതുന്നുണ്ടാവും ഒരു ദിവസം? ഒരു ദിവസം കണക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. 17. യെസ്, സൂറത്താൻ. അൽഹംദുലില്ലാ. ഓക്കെ, 17 പ്രാവശ്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അറിയാണ്ട് നമ്മൾ ഓതിപ്പോണ്ട് അല്ലെ. കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും കണക്കൊന്നുമില്ലല്ലോ. നിസ്കരിക്കുന്ന ആര് ദുനിയാവിലും നിസ്കരിക്കേണ്ട അവരെല്ലാവരും ഓതുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മളെല്ലാവരും സുന്നത്ത് നമസ്കരിക്കുന്നവരാണ് അല്ലെ. പിന്നെ ഇനി നമ്മൾ ആലോചിച്ച് നോക്കി, ഇനി എന്തെല്ലാം തരത്തിലുള്ള എക്സ്ട്രാ നമസ്കാരങ്ങൾ. ഇനി ഇവൻ മയ്യത്ത് നമസ്കാരമാണെങ്കിൽ പോലും ആദ്യത്തിൽ എന്ത് തന്നെയാ വരുന്നത്? ഫാത്തിഹ സൂറ തന്നെയാ വരുന്നത്. ഇനി പെരുന്നാൾ നമസ്കാരം ആയിക്കോട്ടെ, ഇനി വേറെ എന്തെങ്കിലും ഏത് തരത്തിലുള്ള വിത്തറായിക്കോട്ടെ, ഏത് നമസ്കാരം നമ്മൾ നമസ്കരിക്കുമ്പോൾ ഫാത്തിഹ നമ്മുടെ കൂടെ തന്നെയുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള ഒരു ഫാത്തിഹ സൂറയെ കുറിച്ച് നമ്മൾക്ക് എന്തൊക്കെ അറിയാം, എന്തൊക്കെ നിങ്ങൾ പഠിച്ചു? ഓക്കെ, ഇപ്പൊ ഈ നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, നമസ്കാരത്തിൽ അല്ലെ നമ്മൾ അള്ളാഹുമായിട്ടുള്ള ഒരു സംഭാഷണമാണ്. നമ്മുടെ നമസ്കാരം തന്നെ ഒരു സംഭാഷണമാണ്. അപ്പൊ ആ ഒരു നമസ്കാരത്തില് ഈ ഒരു സൂറത്ത് അത്രയും ഇതായിട്ട് നമ്മൾ നമസ്കരിക്കുമ്പോൾ അള്ളാഹുമായിട്ടുള്ള ഒരു എന്താ പറയാ മെയിൻ ആയിട്ടുള്ള ഒരു സംഭാഷണം ഈ സൂറത്തുൽ ഫാത്തിഹയിലൂടെ നടക്കുന്നുണ്ട്. അതെല്ലാവരും നിങ്ങൾ ക്ലാസ് കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ആ ഒരു സംഭാഷണം ആയതുകൊണ്ട് തന്നെ ആ ഒരു സൂറത്തിന് ഒരു പേരുണ്ട്. അതറിയോ? നമ്മൾ കിതാബ്, ഉമ്മുൽ ഖുർആൻ, സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹത്തുൽ കിതാബ്, കെൻസ്, സബഉൽ മസാനി. സബുൽ മസാനി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? 7 പ്രാവശ്യം നമ്മളിങ്ങനെ റിപ്പീറ്റ് അല്ലെ, 7 ആയത്തുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് ആ 7 ആവർത്തിത വചനങ്ങൾ. അതേപോലെ അള്ളാഹുമായിട്ട് ശരിക്കും ഒരു സംഭാഷണമാണ്. നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ആയത്തിന് ശേഷം നമുക്ക് മറുപടി തരുന്ന പോലെ അല്ലെ, റസൂൽ അതിനെക്കുറിച്ച് വിശദീകരിച്ച് നമുക്ക് ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് അതിനൊരു പേരുണ്ട്. അതൊക്കെ മനസ്സിൽ വെക്കണം. എന്നിട്ട് നമ്മൾ നിസ്കരിക്കുമ്പോഴാണ് നമുക്കത് അള്ളഹാനോട് ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് അള്ളാഹ് ആൻസർ തരുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫാത്തിഹയിൽ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഒന്ന് പറഞ്ഞു നോക്കിക്കേ, എന്താണ് അതിന്റെ പേര്? അങ്ങനെ ഒരു ഉള്ളത് കൊണ്ട് അതിനൊരു പേരുണ്ടല്ലോ. പേരുകൾ പഠിച്ചിട്ടുണ്ടായോ ക്ലാസ്സില്? പറഞ്ഞോളൂ.
സൂറത്തുൽ മുനാജാത്ത് എന്ന് പറയും. മുനാജാത്ത്, മുലാഖാത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? സുബ്ഹാനല്ലാ. മുനാജാത്ത് എന്ന് പറയും. ഓക്കെ, അതായത് അള്ളാഹു നമ്മളും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് അവിടെ നടക്കുന്നത്. ഓർമ്മിച്ചു വെക്കണേ. കാരണം ആ ഒരു അങ്ങനെ ഒരു പേര് അതിനുണ്ടെന്നും നമ്മുടെ റബ്ബിന്റെയും ഇടയിലുള്ള ഒരു വല്ലാത്തൊരു ബന്ധമാണ് നമ്മളെ നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഫാത്തിഹ സൂറയിലൂടെ റബ്ബിനോട് നമുക്ക് വേണ്ടത് നമ്മൾ ചോദിക്കുകയും നമുക്ക് അതിനുള്ള ആൻസർ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് യഥാർത്ഥ രീതിയിൽ റബ്ബിനോട് ചോദിക്കുകയാണെങ്കിൽ മാത്രം. അപ്പൊ അതിൽ തന്നെ നമ്മൾ റബ്ബിനോട് നമ്മൾ ചോദിക്കുന്ന ആ സൂറത്തിലെ നമ്മൾ സൂറത്ത് ദ്വാ എന്ന് പറയുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹക്ക് അങ്ങനെയും കൂടെ ഒരു പേരുണ്ട്, സൂറത്തു സലാ, നമസ്കാരത്തിലായതുകൊണ്ട്. അതേപോലെ നമസ്കാരത്തില് അല്ല സോറി, പിന്നെ ആ ഒരു സൂറത്തില് ഒരു ദുആ ഉള്ളത് കൊണ്ട് അതിനൊരു പേര് സൂറത്ത് ദുആ എന്ന് പറയണേ. ഏതാണ് ആ ദുആ? സൂറത്തുൽ ഫാത്തിഹയിലെ ദുആ ഏതാണ്? ഞാനിങ്ങനെ നിങ്ങളും കൂടി ആക്റ്റീവ് ആയിട്ട് ഇരിക്കണ്ടേ. ഞാനിങ്ങനെ ക്ലാസ് എടുക്കണ പോലെയല്ല, നമുക്ക് വർത്താനം പറഞ്ഞ് ക്ലാസ് എടുക്കാം. ഓ اهدنا الصراط المستقيم. ആമീൻ. യെസ്, അതന്നെ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ടീച്ചർ ചോദിക്കുന്നതിനുള്ള മറുപടി എല്ലാരും അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞട്ടോ. ആ അപ്പോഴാണ് ടീച്ചർക്ക് ഒരു ആവേശം. ഇൻഷാ അല്ലാ. അല്ല, നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്യുന്നതല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക ഖുർആൻ പഠിക്കാൻ, അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ഇല്ല. അതെ അപ്പൊ അതെ. എല്ലാവർക്കും പറയാലോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ പറഞ്ഞു സൂറത്തുൽ മുനാജാത്താണ്. ആ മുനാജാത്തില് റബ്ബിന്റെ അടുത്ത് നമ്മൾ കാര്യമായിട്ട് റബ്ബിനെ നമ്മൾ സ്തുതിച്ച് വാഴ്ത്തി ഒക്കെ പറഞ്ഞ്, അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹിനെ പുകഴ്ത്തുന്നത് വാഴ്ത്തുന്നതൊക്കെ. എന്നെ പുകഴ്ത്തി വാഴ്ത്തി എന്നൊക്കെ പറഞ്ഞ് അള്ള റെഡിയാണ്. ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ നമ്മൾ പറയുമ്പോ അവനും ഞാനും തമ്മിലുള്ള ഒരു കരാറാണത്. ഇനി അവൻ എന്ത് ചോദിച്ചാലും ഞാൻ തരുമെന്നുള്ള റെഡിക്ക് നിൽക്കുന്ന പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പം നമ്മൾ ചോദിക്കുന്ന നമ്മുടെ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് എന്ത്? നമ്മുടെ ഗൈഡൻസ്. അതായത് നമ്മളെ നേർവഴി എന്താണോ അത് നമുക്ക് കാണണം അല്ലെ? നമുക്കത് കാണിച്ചു തരണം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾക്ക് നേർവഴി കാണിച്ചു തരണേ എന്നാണ് പറയുന്നത്. അള്ളാഹു അക്ബർ. അപ്പൊ ആ ഒരു കാര്യത്തിനെ അല്ലെ നമ്മൾ ചോദിക്കുന്നു. ആത്മാർത്ഥതയോട് കൂടിയിട്ടാണോ നമ്മൾ ചോദിക്കുന്നത്? എവിടെയെങ്കിലും നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാരെയും നമ്മൾ പഠിച്ചോനെ നിന്റെ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക് നയിക്കണേന്ന് എവിടെയെങ്കിലും ഒന്ന് ഹൃദയത്തിൽ തട്ടി നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? നമ്മളിങ്ങനെ സ്പീഡിൽ ഇല്ലേ, നമ്മൾ ഫാത്തിഹ മുമ്പ് പഠിച്ചു വെച്ചതാണ്. അതായത് നമ്മളിപ്പം തജ്വീദും ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പേ പഠിച്ചു വെച്ചതാണ്. ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടുന്ന കാര്യം എന്താണ്? നേർമാർഗം. നേർമാർഗത്തിൽ അല്ലെങ്കിൽ വളഞ്ഞ വഴിയിലാണ് പെട്ടില്ലേ, നമ്മളൊക്കെ എങ്ങോട്ട് പോകും? ഏത് വഴിക്ക് പോകും? എവിടെ ചെന്ന് എത്തും? അള്ളാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും ഇല്ലേ, നമ്മുടെ കൂടെയുള്ളവരും എല്ലാം ഇല്ലേ, നമ്മളൊരു മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് ആ നേർമാർഗത്തിലാണെങ്കിൽ ബാക്കിയുള്ളവരെ കൂടെ നമുക്ക് നേർമാർഗത്തിലേക്ക് നയിക്കാനും റബ്ബിന്റെ അടുത്തേക്ക് എളുപ്പത്തിൽ ചെന്നെത്താനും നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആ ഇഹ്ദിന എന്ന് പറയുന്ന സമയത്ത് അല്ലെ, ഞങ്ങളെ എന്നാണ് പറയുന്നത് അല്ലെ. നമ്മൾ ഇതേപോലെ ഇഹ്ദിന പറയുന്ന പോലെ നമ്മൾ നമസ്കാരത്തിൽ വേറൊരു സ്ഥലത്ത് നമ്മൾ ഹിദായത്തിനെ ചോദിക്കുന്നുണ്ട്. അതെവിടെയാ ഞങ്ങൾ പറഞ്ഞേ? എനിക്കീന്നേ പറയുന്നുള്ളൂ. അവിടെ നമ്മൾക്ക് എന്ന് പറയുന്നില്ല. ഓ ഈ ഹുദാ തന്നെ ചോദിക്കുന്ന, ഹിദായത്ത് തന്നെ ചോദിക്കുന്ന വേറൊരു സ്ഥലത്ത് എന്നെ നീ നേർവഴിയിലാക്കണേ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നിസ്കാരത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ. അല്ല, ആ ഹിദായത്തിനെ തന്നെ ഇഹ്ദിന എന്നല്ല അവിടെ പറയുന്നത് അല്ലെ. ഞങ്ങളെ നീ നേർവഴിയിലാക്കണേ, അതേപോലെ എന്നെ നീ നേർവഴിയിലാക്കണേ നമ്മൾ എവിടെയാ പറയണേ? കിട്ടും, ആലോചിച്ചാൽ കിട്ടും. സുജൂദിന്റെ ഇൻ ബിറ്റ്വീനിൽ ഇരിക്കൂലേ നമ്മള്? അപ്പൊ അവിടെ പറയില്ലേ, എന്താ പറയണ അവിടെ? ഞാൻ ക്ലൂം തന്നേ. اهدنا. വഹ്ദിനി. യെസ്, മാഷാല്ല മാഷാല്ല, തബാറക്കല്ല. വഹ്ദിനി, എന്നെ നീ നേർമാർഗത്തിലാക്കണേ. അപ്പൊ നേർമാർഗം എന്നുള്ളത് നമുക്കത് കിട്ടിയേ പറ്റുള്ളൂ. കാരണം അതിലൂടെ മാത്രമേ നമുക്ക് വിജയികളാകാൻ പറ്റുള്ളൂ. കാരണം നമുക്കറിയാം സൂറത്തുൽ ബഖറയുടെ, നിങ്ങൾ ഇത് പഠിച്ചു തുടങ്ങുമ്പോൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് പറയാൻ പറ്റും. അതിനകത്ത് 5-ാമത്തെ ആയത്തില് പറയുന്നുണ്ട് എന്താണ്, ആരാണവര് അല്ലെ? ഈ ഹിദായത്തിലുള്ള ആൾക്കാരാണ് ആര്? സുബ്ഹാനല്ലാ. مفلحون. മുഫ്ലിഹൂൻ, വിജയികൾ. യഥാർത്ഥ വിജയികളാകണമെങ്കിൽ അവര് നേർമാർഗത്തിലുള്ളവരായിരിക്കണം അല്ലെ? നേർമാർഗത്തിലൂടെ മാത്രമേ അവർക്ക് വിജയത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് എവിടെ കിട്ടും ഹിദായത്ത്? എവിടെ കിട്ടും? നേർമാർഗം എവിടെ കിട്ടും? എവിടെയെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമോ? ഇല്ല. ആരെങ്കിലും ഇങ്ങനെ കുറെ ക്ലാസ് എടുത്തു തന്നിട്ട് നമുക്ക് കിട്ടുമോ? പക്ഷെ ഇത് റിയൽ ഗൈഡൻസ് അല്ലെ? സുബ്ഹാനല്ലാഹ്. നമുക്ക് എവിടുന്നേ കിട്ടുള്ളൂ? നമ്മളെ ഗൈഡൻസ് എന്ത്?
നമ്മുടെ ഗൈഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. അതെന്താണ്? ഖുർആൻ. ഖുർആൻ. സുബ്ഹാനല്ലാ, ഖുർആനാണ് നമ്മളുടെ നേർവഴി കാണിക്കുന്ന ഗ്രന്ഥം. സുബ്ഹാനല്ലാ, നമ്മൾ അള്ളാന്റെ അടുത്ത് നമ്മൾ എപ്പോഴും ഇത് മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിക്കണം. നമ്മൾ അള്ളാന്റെ അടുത്ത് ഇത്രയും പ്രാവശ്യം അല്ലേ, നമ്മളെല്ലാവരും വെറും ഫർള് മാത്രം ഒതുക്കുന്ന ആൾക്കാരല്ല. ഈ ഒരു നമസ്കാരത്തിലായിക്കോട്ടെ സുന്നത്തിലും എല്ലാറ്റിലും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഫാത്തിഹ സൂറയിൽ റബ്ബിന്റെ അടുത്ത് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്ത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നിർവയിലാക്കണേ, ഞങ്ങൾ നിർവയിലാക്കണേ. എന്നിട്ട് നമ്മൾ അത് എന്താണെന്ന് അറിയണില്ല, എന്നാൽ അത് എവിടെ കിട്ടുമെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ ആ ചോദിക്കുന്നത് കൊണ്ട് അല്ലേ, അത്രയും നമ്മൾ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നത് കൊണ്ടാണ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പോലും നമ്മൾ ആ ചോദിച്ചത് കൊണ്ടായിരിക്കാം റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെ ഖുർആനിന്റെ വഴിയിലേക്ക് തിരിച്ചുവിട്ടത്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല അതിന്റെ ഉത്തരം എന്നോണം, അതായത് നമ്മൾ ചോദിക്കുന്ന ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമിന്റെ ഉത്തരം എന്നോണം റബ്ബ് പറഞ്ഞതാണ്. അതിങ്ങനെ ഒന്നായിട്ട് ഇങ്ങോട്ട് വരില്ല, നിങ്ങൾക്ക് എവിടുന്നാ കിട്ടുക എന്ന് പറയാണ് അല്ലേ. സൂറത്ത് ബഖറ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹ് ഹുദൽ ലിൽ മുത്തഖീൻ. സുബ്ഹാനല്ലാഹ്, മുത്തഖീങ്ങൾക്ക് അല്ലേ ഹുദ, സന്മാർഗം ഉണ്ട്. എവിടെ? ദാലിക്കൽ കിതാബ്, ഈ ബുക്കില്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ വിചാരിക്കുക അത് മുത്തഖീങ്ങൾക്ക് മാത്രമല്ലേ, അത് ആര് വലിയ വലിയ പഠിക്കുന്ന ആൾക്കാർക്കായിരിക്കും. അല്ല, മുത്തഖീകൾ ആരാണ്? നിസ്കാരം നിലനിർത്തുന്നല്ലേ. അത് നിങ്ങൾ ഞാൻ ആ ബക്കറയുടെ ഭാഗമല്ല നമുക്ക് ഇപ്പൊ പഠിക്കാനുള്ളത്. അത് നിങ്ങൾ ഇനി നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളൂ. പക്ഷെ ഞാൻ അതിന്റെ കാര്യം പറയാം, കാരണം നമ്മളെല്ലാവരും അങ്ങനെയാണ്. യുഅ്മിനൂന ബിൽ ഗൈബി, നമ്മളെല്ലാവരും അള്ളാഹിൽ വിശ്വസിക്കുന്നവരാണ്. അള്ളാഹിലോ മലക്കുകളിലോ അല്ലെങ്കിൽ ഹിയർ ആഫ്റ്റർ, അതായത് പരലോകത്തിലൊന്നും വിശ്വാസം ഇല്ലാത്തവരല്ലല്ലോ നമ്മളെല്ലാവരും, എല്ലാറ്റിലും വിശ്വാസമുള്ളവരാണ്. അപ്പം ഇതിലൊക്കെ വിശ്വാസത്തോടൊപ്പം റബ്ബ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള അല്ലേ, യുഖീമൂന സ്വലാത്ത്, നമസ്കാരം നിർവഹിക്കുന്നവരാണ് അല്ലേ. അള്ളാഹു തന്നതിൽ നിന്ന് വമിമ്മാ റസഖനാഹും യുൻഫിഖൂനാണ്, നമ്മൾ ചെലവഴിക്കുന്നവരാണ്, എല്ലാം നമ്മൾ ചെയ്യുന്നവരാണ്. അപ്പം നമ്മൾ മുത്തഖികളൊക്കെ തന്നെയാണ്. പക്ഷെ അതിന്റെ ഏറ്റവും ഈ മുഫ്ലിഹൂൻ എന്ന യഥാർത്ഥ വിജയികളുടെ ഇതിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഗൈഡൻസ് അള്ളാഹു കാണിച്ചു തരുന്നുണ്ട് ഈ ഖുറാനിൽ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതിലൂടെ മുന്നോട്ട് ഇനിയും തഖ്വ കൂട്ടിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങണം. അവിടെയാണ് നമ്മൾ യഥാർത്ഥ വിജയികൾ. അല്ലെങ്കിൽ വിജയികൾ എന്ന് പറയുമ്പോഴും അള്ളാഹിന്റെ ലെവലിൽ പലതരം ലെവലുകളുള്ള വിജയികൾ ഉണ്ടാവും അല്ലെ. ഏറ്റവും ഹയർ ഗ്രേഡിലുള്ള ലെവൽ ഇതിലേക്ക് തന്നെ നമുക്ക് എത്തണം. സുബ്ഹാനല്ലാഹ്, ജന്നാത്തുൽ ഫിർദൗസിലെ റബ്ബിന്റെ ഏറ്റവും സാമീപ്യം ലഭിക്കുന്ന എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊക്കെ ഇങ്ങനെ, അതും നമുക്ക് കിട്ടാത്ത കാര്യമാണ്. സുബ്ഹാനല്ലാഹ്, ഖുർആന്റെ വഴിയെ നമ്മളും പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ആ വഴിയിലൂടെ നമ്മൾ തീർച്ചയായിട്ടും ഓരോ കാണുന്ന കാര്യങ്ങളെയും കേൾക്കുന്ന ഓരോ പാഠങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്താൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ അള്ളാഹു നമ്മൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള അല്ലെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവർക്കായിട്ട്, അതായത് അത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ എന്നുള്ള പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഖലീലം മാ തശ്കുറൂൻ ഖലീലും മിനൽ ആഖിരീൻ അല്ലെ, കേട്ടിട്ടില്ലേ? അതായത് അള്ളാഹിനോട് നന്ദി കാണിക്കുന്നവർ കുറച്ചേ ഉള്ളൂ, കുറച്ച്. ഖുറാനിൽ പറയാണ് സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ അവര് ആഖിരീങ്ങൾ നമ്മളാണ്. അവലിങ്ങൾ വേറെ ഉണ്ട് അല്ലെ. ആഖിരീങ്ങളായിട്ടുള്ള നമ്മള് ആരാണ്? നമ്മൾ കുറച്ച് ആൾക്കാരെ ഉണ്ടാവും അള്ളാഹുവിന്റെ ഈ പ്രിയപ്പെട്ടവരിൽ. നമുക്ക് ആയിക്കൂടെ? നമ്മൾ വിചാരിക്കും അതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല, വെറുതെ വിചാരിക്കുക. അള്ളാഹ് സുബ്ഹാനഹു തആലയുടെ കുറച്ച് എന്ന് പറയുന്നില്ല, നമ്മളെ ഉൾപ്പെടുത്താൻ അള്ളാഹ്ക്ക് പറ്റും. കാരണം നമുക്കത് ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആരാവുക? ഖുർആനിന്റെ അഹ്ലുകാരാകുക. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിനെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും മനസ്സിൽ ചേർത്ത് വെക്കേണ്ട ഒരു ഹദീസാണ് കേട്ടോ ഇത്. സുബ്ഹാനല്ലാഹ് അല്ലെ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പിന്നെ സഹാബികൾ ഒരുമിച്ചിരിക്കുന്ന സമയത്താണ് ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്, മനുഷ്യരിലെ അല്ലെ, മനുഷ്യന്മാരില് അള്ളാഹുവിന് പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. അപ്പം അവര് ചോദിച്ചു അത് ആരാണ്? മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് അവര്? റസൂലിന്റെ അടുത്ത് അവര് ചോദിക്കുമല്ലോ. നമ്മളാലും പറയില്ല അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിലും വരും ആ അറിയിക്കല്ലോ പഠിച്ചോനെ, നമുക്ക് ആ കൂട്ടറിൽ ഉൾപ്പെടാൻ സാധിച്ച എന്തൊരു ഇതായിരിക്കും. അപ്പൊ എന്താ പറഞ്ഞ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ? അഹ്ലുൽ ഖുർആൻ. സുബ്ഹാനല്ലാഹ്. ഹും അഹ്ലുല്ലാഹി വഹാസത്തുഹു. സുബ്ഹാനല്ലാഹ്. ആരാണ് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരെന്ന് പറയുന്നത്? ഖുർആനിന്റെ ആളുകൾ അല്ലെ. ഹും അഹ്ലുല്ലാഹി വഖാസത്തുഹു. സുബ്ഹാനല്ലാഹ്. ശരിക്കും അതിന്റെ ഒരു ഇത് പറയണ ഒന്നുകൂടി ഞാൻ അതിന്റെ ഇത് വായിക്കാം, നിങ്ങളുടെ മനസ്സിൽ അതങ്ങ് തറഞ്ഞു നിൽക്കണം ചില ആയത്തുകൾ കേട്ടോ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നോട്ട്സ് വേണമെങ്കിൽ ഞാൻ ഇട്ടുതരാം. നമ്മളിങ്ങനെ എഴുതി വെക്കുക ഖുർആൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് ഖുർആൻ പഠിതാക്കളുടെ ഒരു ഇമ്പോർട്ടൻസ്, അള്ളാഹു എത്രത്തോളമാണ് അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് തരുന്നത്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇഷ്ടം അല്ലെ, ആ ഖുർആനിലേക്ക് നമുക്ക് ആഴ്ന്നു വരാനുള്ള ഒരു ഇത് വരുള്ളൂ. സുബ്ഹാനല്ലാഹ്. അടു
അപ്പോ എന്താ പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ജനങ്ങളിൽ അള്ളാഹുവിന് ഏറെ പ്രിയങ്കരായ ചില ആൾക്കാരുണ്ട്. അപ്പോ സഹാബാക്കൾ ചോദിച്ചു ആരാണെന്ന്. അപ്പൊ പറഞ്ഞത് എന്താണ്? ഖുർആനിന്റെ ആളുകളാണ് അവരാണ് അള്ളാഹുവിന്റെ പ്രത്യേകക്കാരെന്ന്. അപ്പൊ നമുക്ക് അങ്ങനെ ആവണ്ടേ? അങ്ങനെ ആവണമെങ്കിൽ നമ്മൾ എങ്ങനെ ഖുർആനെ പഠിക്കണം? ഖുർആനെ പഠിക്കേണ്ട വിധത്തിൽ പഠിക്കണം. ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എന്തിനാണ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അത് നമ്മുടെ വഴികാട്ടിയാണെങ്കിൽ, ആ വഴികാട്ടിയാണെന്ന ആ ഒരു, നമ്മളിപ്പോ ഖുർആൻ വെറുതെ നമ്മൾ പാരായണം ചെയ്താൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? നമ്മൾ രാവിലെ തൊട്ട് രാവിലെ ഓതുന്നുണ്ടാവും അല്ലെ, വൈകുന്നേരം മഗ്‌രിബിന്റെ ശേഷം ഓതും. നമ്മൾക്ക് അങ്ങനെയാണ് പണ്ടേ നമ്മൾ കേട്ടിട്ട്. പക്ഷെ നമ്മൾ അന്ന് നമ്മളുടെ പ്രായമായവർക്കൊക്കെ അത് മതി. കാരണം അവർക്ക് ഇങ്ങനെ പഠിക്കാനുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അവർ അർത്ഥം പഠിക്കാനുള്ള ഒരു ഖുർആൻ പോലും അവരുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ നിറയെ തഫ്സീറുകളാണ്. പരിഭാഷയില്ലാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് എങ്ങനെ പഠിക്കണോ അതിനുള്ള കോഴ്സുകൾ വരെ നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് അല്ലെ? എന്നിട്ട് നമ്മൾ ഖുർആനെ മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, എന്താ സംഭവിക്കാൻ പോണത്? ഡേ ഓഫ് ജഡ്ജ്മെന്റില് അല്ലെ എന്താ സംഭവിക്കാൻ പോണത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും. എങ്ങനെ പറയും അല്ലെ? സുബ്ഹാനല്ലാഹ്, സൂറത്തുൽ ഫുർഖാനിലെ ഒരു ആയത്തുണ്ട്, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, എന്റെ രക്ഷിതാവ് എന്റെ ജനങ്ങൾ ഈ ഖുർആനെ വർജിക്കപ്പെട്ടതാക്കി കളഞ്ഞു. റസൂലിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്തുകൊണ്ട് നമ്മളൊക്കെ അങ്ങനെ ആയി എന്നുള്ളതിന്റെ ഒരു ആൻസർ ആണിത്. അപ്പോൾ നമുക്ക് അള്ളാഹു ഖുർആൻ തന്നു, ഖുർആനിൽ നമുക്ക് എത്തിച്ചു തരാനായിട്ട് റസൂലിനെ അയച്ചു. റസൂൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മളിലേക്ക് അത് എത്തിച്ചു തരികയും ചെയ്തു. എന്നിട്ടും മനുഷ്യർ അതിനെ എന്ത് ചെയ്തു? വെറുതെ അല്ലെ വായിക്കാനാക്കി. വായിച്ച് കൂലി നേടിയെടുക്കും നമ്മൾ തീർച്ചയായിട്ടും. അതൊന്നും നഷ്ടപ്പെട്ടു പോവില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളെ പണ്ടുള്ളവരൊക്കെ അങ്ങനെയായിരുന്നു, ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാ പറയാ, നമ്മളെ വല്യമ്മ ഓരൊക്കെ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ ഡീപ്പായിട്ട് പഠിച്ചിട്ടാ തദബ്ബുർ ചെയ്തിട്ടാ എന്നൊക്കെ ചോദിക്കും. സുബ്ഹാനല്ലാഹ്, അവർക്കത് മതിയായിരുന്നു. അവർ തഖ്വയുള്ളവരായിരുന്നു. സുബ്ഹാനല്ലാഹ്, അവരവരുടെ ഈമാൻ കൊണ്ട് ഉറച്ചവരായിരുന്നു. ഇന്ന് നമ്മുടെ ദുനിയാവ് ഭയങ്കര ഇതായിട്ട് ഇരിക്കുന്നതോടൊപ്പം തന്നെ ഖുർആനിനെ അതായത് അന്നത്തെ അവരുടെ ഒരു കാലം പോലെയല്ല നമ്മുടെ ഇപ്പോഴത്തെ കാലം. നമുക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലെ? ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഇതായിരിക്കുമ്പോഴും നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് നന്നാവാനുള്ള ഓവറായിട്ടുള്ള നമുക്ക് വഴികൾ അല്ലാഹു സുബ്ഹാനഹു വതആല തുറന്നു തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്ന റസൂൽ ഇങ്ങനെ പറയുന്ന ഖുർആനിനെ മാറ്റി നിർത്തിയപ്പെട്ട ആൾക്കാരായിട്ട് നമ്മൾ എന്തായാലും മാറരുത്. അപ്പൊ നമ്മൾ ആരായിട്ട് മാറാനാണ് ആഗ്രഹിക്കേണ്ടത്? സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടീം, അതാരാണ് ആ ടീം? ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാണ്? മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഇതിൽ ഏതെങ്കിലും എന്തായാലും നമ്മൾ ഉണ്ടാവും. പഠിപ്പിക്കാനൊന്നും നമ്മൾ ആയിട്ടില്ല എന്ന് നമ്മൾ പറയുണ്ടാവും, പക്ഷെ പഠിക്കാൻ നമുക്ക് പറ്റുമല്ലോ. സുബ്ഹാനല്ലാഹ്, പഠിക്കാൻ പറ്റാത്ത ആരാ ഉള്ളത്? എല്ലാവരും പറയും പ്രായമായി, എനിക്കിത് ഇങ്ങനെ ഒന്നും പഠിക്കാൻ പറ്റുമൊന്നുമില്ല, ഞാൻ ഒന്നും ചെല്ലുന്നതും കൊണ്ടൊക്കെ. അങ്ങനെ ഖുർആനെ മനസ്സിലാക്കാനാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, സുബ്ഹാനല്ലാഹ്. ഖുർആന്റെ തജ്വീദ് പഠിക്കാനൊക്കെ കുറച്ച് സമയം എടുക്കും. അതിന്റെ മഖ്റജും അതുപോലെ തന്നെ അതിന്റെ തജ്വീദും ഒക്കെ എന്താ വെച്ചാൽ കുറച്ചൊരു സമയം വേണം. പക്ഷെ ഖുർആനിനെ മനസ്സിലാക്കാൻ എന്താ അത്ര ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ നമ്മളിപ്പോ പഠിച്ചു ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നീ ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ. അത് അതിന്റെ കാര്യം, അതിനെ നമ്മൾ അതായത് തദബ്ബുർ എന്ന് പറയുമ്പോൾ എന്താണ്? അതിനെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കുക, അത് നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ പിന്നെ നമസ്കാരത്തിൽ നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ അതൊന്ന് നമ്മൾ ഹൃദയത്തിൽ നിന്ന് വരും. നമ്മളെല്ലാരെയും അല്ലെ, എന്നെ മാത്രമല്ലല്ലോ, നമ്മളെല്ലാരെയും പഠിച്ചോനെ, ഞാൻ, എൻ്റെ മക്കള്, എൻ്റെ കുടുംബം എല്ലാം നമ്മളെ മനസ്സിലേക്ക് വരും. പഠിച്ചോനെ ഞങ്ങളെ നിർമ്മാണത്തിലാക്കണേ, എന്നാലേ നമുക്ക് വിജയികളാവാൻ പറ്റുള്ളൂ. ഒക്കെ നമ്മൾ അതിങ്ങനെ അതിന്റെ ഇഹ്ദിന സിറാത്ത് മുസ്തഖീം അങ്ങനെ വേർഡ് ബൈ വേർഡ് മീനിങ് ഒന്നും അല്ല. ജസ്റ്റ് നമ്മൾ അതിനെ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൃദയത്തിൽ തട്ടിയുള്ള റബ്ബിനോടുള്ള അല്ലെ ചോദ്യങ്ങളുണ്ട്, സംസാരങ്ങളുണ്ട്, അതൊക്കെ ഉണ്ടാവും. അതാണ് തദബ്ബുർ. അല്ലാണ്ട് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഖുർആനെ പഠിക്കുന്നതോടൊപ്പം തന്നെ അത് ജീവിതത്തിലേക്ക് എടുക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മാറുകയും ചെയ്യുക. നമ്മളിൽ ഖുർആനിനെ റിഫ്ലക്ട് ചെയ്യണം, അതായത് നമ്മളിൽ അത് പ്രതിഫലിക്കണം. ഖുർആന് എങ്ങനെയാണ് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു ആകുന്നത്? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ എങ്ങനെയാ ഉത്തമരാകുന്നത്? സുബ്ഹാനല്ലാഹ്, നമുക്കറിയാലോ ഖുർആനായിരുന്നു റസൂലിന്റെ സ്വഭാവം അല്ലെ? ആയിഷ ബീവിന്റെ അടുത്ത് ചോദിച്ചു റസൂലിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? ഖുർആൻ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുപോലെ എന്താ നമുക്കും ആയിക്കൂടെ? ഖുർആൻ പഠിക്കുന്നവർ തീർച്ചയായിട്ടും അതിനനുസരിച്ച് അവരുടെ സ്വഭാവം മാറി മാറി വരും. ഞാൻ തന്നെ സുബ്ഹാനല്ലാഹ് ഭയങ്കര ഇത് അങ്ങനെ പറയല്ല കേട്ടോ, അസ്തഗ്ഫിറുല്ലാഹ്, ഇനിയും നന്നാവാൻ എത്രയേ അപ്പുറത്ത് കിടക്കണു. പക്ഷെ
ഖുർആൻ പഠിക്കുന്നതിന് മുമ്പുള്ള ഞാനും ഖുർആൻ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പം സുബ്ഹാനല്ലാഹ് പഠിച്ച് കഴിഞ്ഞല്ല കേട്ടോ, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും ഒരുപാട് വ്യത്യാസമുണ്ട്. എന്നെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ തന്നെ വിലയിരുത്താൻ പറ്റുമല്ലോ. ഖുർആന്റെ ഓരോ ആയത്തുകൾ പഠിക്കുമ്പോഴും നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും തീർച്ചയായിട്ടും. മുമ്പത്തെ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും, അതോ ഞാൻ എങ്ങനെയൊക്കെ ആയിരുന്നോ എന്നുള്ളത്. സുബ്ഹാനല്ലാ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്തായിരിക്കണം, ഖുർആൻ പഠിക്കുകയും പഠിപ്പിച്ചും കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് നമ്മളിൽ താനേ മാറ്റങ്ങൾ വരും. ഇതേപോലെ വേറൊരു ഹദീസ് ഉണ്ട്, റസൂലുള്ളാഹി അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്, നിങ്ങളിൽ ഏറ്റവും ഉത്തമരൻ അല്ല സോറി നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാണ്, ഏറ്റവും ഉത്തമ സ്വഭാവമുള്ളവരാണ്. ഓക്കെ, അപ്പോ നിങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളവര് ഇതേപോലെ ഉത്തമരാണ്, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് പറയുന്നത് പോലെ തന്നെ പറഞ്ഞിട്ടുള്ള വേറൊരു ഹദീസാണ്, നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാണ്, നല്ല സ്വഭാവമുള്ളവരാണ്. അപ്പൊ റസൂലിന്റെ സ്വഭാവം എന്താണ്, ഖുർആനാണ്. ഒന്ന് കണക്ട് ചെയ്ത് നോക്കൂ. ഖുർആൻ അല്ലേ, ഖുർആൻ നമ്മളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ള നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുടെ സ്വഭാവം എന്ന് പറയുന്നത് എങ്ങനെ ഖുർആനായി, ഖുർആന് തന്നെ ജീവിതത്തിലേക്ക് പകർത്തിയതിനു ശേഷമാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്, പഠിപ്പിച്ചു തരുന്നത് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഖുർആൻ പഠിക്കുന്ന ആൾക്കാർ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്തായിരിക്കും, തീർച്ചയായിട്ടും അതിനെ ജീവിതത്തിലേക്ക് എടുത്തുകൊണ്ട് തന്നെ പഠിപ്പിച്ചു വേണം. പഠിപ്പിക്കാത്തത് പറയരുത് എന്നാണ്. സുബ്ഹാനല്ലാഹ്, അതും ഖുർആനിൽ തന്നെ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഏറ്റവും ഉത്തമരായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഖുർആനിനെ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്ന് പറയുമ്പോൾ നമ്മൾ വെറും പാരായണം മാത്രം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നവർ ഒരിക്കലും ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഇവിടെ ഒരു ഞാൻ ഒരു ഇത് വായിക്കാം. ഖുർആൻ പാരായണം പോലെ തന്നെ ഏറെ പ്രധാനവും പ്രതിഫലാർഹവുമാണ് ഖുർആൻ മനഃപ്പാഠമാക്കലും. ഹൃദയത്തിൽ അല്പം പോലും ഖുർആൻ ഇല്ലാത്തവരെ തകർന്നടിഞ്ഞതും ആൾപ്പാർപ്പില്ലതുമായ വീടുകളോടാണ് പ്രവാചകൻ ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ ഹിഫ്ലാക്കൽ അതിന്റെ ഭാഗമാണ്. ഓക്കെ, അതേപോലെ വേറൊരു കാര്യം കൂടി അതിനോട് ചേർത്തുകൊണ്ട് പറയണം, ഖുർആൻ നമ്മൾ വായിക്കാൻ പഠിക്കണം. അത് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്, അത് ഹിഫ്ലാക്കണം. നമുക്ക് ഹിഫ്ൽ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ നമസ്കാരത്തിൽ, നമ്മുടെ ഖിയാമിന് വേണ്ടിയിട്ടാണ്. ഇനി എന്താണ് അതിന്റെ ഏറ്റവും വലിയതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തിനാണ് ഖുർആൻ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നിട്ടുള്ളതെന്നാണ്. ഖുർആനെ വായിക്കാനും അതിനെ മനസ്സിലാക്കാനും തരത്തിലുള്ള പഠനം അല്ലെ, അതിനെ നമസ്കാരത്തിലേക്ക് എടുക്കാനും വേണ്ടിയിട്ടുള്ള എല്ലാ ഹിഫ്ലും ഒക്കെ കൂടെ തന്നെ നമ്മൾ ഖുർആനെ ഗൈഡൻസ് ആയിട്ട്, അതായത് നമ്മളെ നേർവഴി കാണിക്കുന്ന നമ്മുടെ വഴികാട്ടിയായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം അതിനെ, അതൊരു പാരായണ ഗ്രന്ഥമല്ല, വെറും പാരായണത്തിലല്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടത്. പാരായണം നമുക്ക് ആവശ്യം തന്നെയാണ്. അതിലൂടെ തന്നെയാണ് നമ്മൾ അതായത് ഈ തദബ്ബുറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഖുർആൻ പഠനത്തിന് പാരായണങ്ങൾക്ക് ഒരുങ്ങുന്നവർ കേവലമായ പാരായണ ഗ്രന്ഥമല്ല ഖുർആൻ എന്ന് ശരിക്കും തിരിച്ചറിയേണ്ടതുണ്ട്. ജീവിതത്തെ മാറ്റിപ്പണിയുക. ഓക്കെ, ജീവിതത്തിനെ നമ്മൾ മാറ്റിപ്പണിയുക എന്നതാണ് ഖുർആന്റെ അവതരണ ലക്ഷ്യം. ശരിക്കും എന്താണ്, ഖുർആനിനെ നമ്മൾ എടുക്കുമ്പോൾ അല്ലെ, സഹാബാക്കൾ എങ്ങനെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു 10 ആയത്തുകൾ സഹാബാക്കൾ പഠിച്ചു കഴിഞ്ഞാൽ അവയിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ നമ്മളോട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, അത് കർമ്മങ്ങൾ ഓരോന്നും ഉണ്ടാവും അതിനകത്ത്. നമ്മൾ പറയും ഇത് നമ്മളോടൊന്നും പറയുന്നില്ല, ഇത് ഇസ്രായേൽ പീപ്പിളിനെ കുറിച്ച് കുറെ പറയുന്നുണ്ട്, കുറെ ഓരോ പ്രവാചകന്മാരെ കുറിച്ച് കുറെ പറയുന്നുണ്ട്, എന്തെല്ലൊക്കെ അവിടെ നടന്നു ഇവിടെ നടന്നു കുറെ നമുക്ക് തിരിയാത്ത പല കാര്യങ്ങളുമാണ് പറയുന്നത്. അല്ല, സുബ്ഹാനല്ലാഹ്, ആദ്യം ഖുർആൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ടാവും, അത് മാത്രം നമ്മൾ എടുത്ത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അടുത്ത പ്രാവശ്യം വീണ്ടും നമ്മൾ ഖുർആനിനെ ആ രീതിയിൽ വായിക്കുന്ന സമയത്ത്, അതായത് അർത്ഥവും കൂടി ആയിട്ട് വായിക്കുന്ന സമയത്ത് കുറച്ചും കൂടി കാര്യങ്ങൾ കിട്ടും. പിന്നെ ഈ തദബ്ബുർ സ്റ്റൈൽ നമ്മളൊരു കോഴ്സ് പോലെയൊക്കെ ഇപ്പം ടീച്ചർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ ഇട്ട് തരുന്നു. അതിനനുസരിച്ച് നിങ്ങൾ ആ തദബ്ബുർ സ്റ്റൈൽ പഠിക്കാനായിട്ട് ഒരു ആയത്തോ അല്ലെങ്കിൽ 2 ആയത്തോ പഠിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരാഴ്ച സമയം തരും. അപ്പൊ അതിൽ ആ ക്ലാസ് ഒന്ന് കേട്ടിട്ട് നമുക്ക് ആ ആയത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം ഉണ്ടാവും. അങ്ങനെ ജീവിതത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി. സഹബാക്കൾ അങ്ങനെയായിരുന്നു. കാരണം അങ്ങനെ സ്വഭാവത്തിനെ, റസൂലിന്റെ സ്വഭാവം ഖുർആൻ ആയതുപോലെ തന്നെ നമ്മൾക്കും അങ്ങനെ ആവണമെങ്കിൽ നമ്മൾ അങ്ങനെ അതിനെ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ പഠിക്കണം. റസൂലിന് അതൊരു ജസ്റ്റ് ആയത്ത് വായിച്ചാൽ തന്നെ റസൂലിന് മനസ്സിലാവും. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, അതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ പഠിക്കണം. ആരെങ്കിലും അത് പറഞ്ഞു തരുന്നതൊന്ന് കേൾക്കണം, എന്നാലേ ചില കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. സ്വന്തമായിട്ട് വായിക്കുമ്പോൾ ചിലതൊക്കെ നമുക്ക് എളുപ്പമാണ് അല്ലെ. മുഹ്കമാത്തും മുത്തശാബിഹാത്തും ആയിട്ടുള്ള ആയത്തുകളുണ്ട്. അതായത് നമുക്ക് ഏറ്റവും വായിക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവുന്ന ആയത്തുകളുണ്ട്. അതേപോലെ നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നാലേ മനസ്സിലാവുന്നുള്ള, അതായത് നല്ല അറിവുള്ള ആൾക്കാർ പറഞ്ഞു തന്നാൽ മാത്രം. ഇപ്പൊ ഇസ്രായേലിയരുടെ കഥ പറയുന്നതൊന്നും പണ്ടൊന്നും ഞാൻ ബഖറ പഠിക്കുമ്പോൾ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ലേ, ഇതെന്ത് എനിക്ക്. പക്ഷെ ഇസ്രായേലി പീപ്പിളുടെ ഓരോ കാര്യം കണ്ട് അവരുടെ നന്ദി കേടും അവർ കാണിച്ചു കൂട്ടി. അതുപോലെ നമ്മൾ ഒരിക്കലും ആയിക്കൂടാ.
എന്നാണ് അതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ തരത്തിൽ ഞാൻ ഇതിന്റെ മുമ്പ് സൂറത്തെ നമ്മൾ ആ ഒരു ആ, ആ, ബക്ര ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ അതിലെടുത്തിട്ടുള്ള ഒരു ക്ലാസ്സിന് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് എക്സാമ്പിൾസ് സഹിതമാണ് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ഇവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും തദബുർ എന്താന്നുള്ളത്. ഇൻഷാ അല്ലാ. ഇൻഷാല്ലാ ടീച്ചറെ ഷെയർ ചെയ്തോളൂ. ഓക്കെ. എനിക്ക് അയച്ചോ, ഞാൻ ഷെയർ ചെയ്തോളാം. ഇൻഷാല്ലാ. അപ്പം എങ്ങനെയാ സഹാബാക്കൾ പറഞ്ഞ് ഒരു 10 ആയത്തുകൾ അവർ പഠിച്ചു കഴിഞ്ഞാൽ അവയിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ അതിനുശേഷം ഇറങ്ങിയ 10 സൂക്തങ്ങൾ അവർ പഠിക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളത്. സുബ്ഹാനല്ലാ. അപ്പൊ തീർച്ചയായിട്ടും ഖുർആൻ എന്തിനാ നമുക്ക് അള്ളാഹു ഇറക്കി തന്നിട്ടുള്ളത്? ജനങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാ. എന്നാൽ ആൾക്കാർ എന്താണ് അതിനെ പാരായണം തന്നെ ഒരു തൊഴിലായി സ്വീകരിച്ച പോലെയാണ്. നിങ്ങളിൽ ഒരാൾ ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരക്ഷരം പോലും വിട്ടുപോകാതെ മുഴുവനായി ഓതി തീർക്കുന്നു. എന്നാൽ അതിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തി അല്ലെ പാടെ അയാൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഖുർആൻ ഖതം ചെയ്തു നമ്മൾ അല്ലെ, നമുക്ക് അതിനകത്തുനിന്ന് ഒരായത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, മതി മതി. സുബ്ഹാനല്ലാ. ഒരു പ്രാവശ്യം ഖുർആൻ ഖതം ചെയ്തപ്പോൾ ഒരായത്ത് നമ്മുടെ ഹൃദയത്തിൽ തട്ടി. ആ ആയത്ത് അത് ചിലപ്പോൾ ഒരു ദുആ ആവാം, ചിലപ്പം എന്തെങ്കിലും ഒരു കാര്യം ഒരു കർമ്മം ചെയ്യുന്നതാവാം. സുബ്ഹാനല്ലാ. എന്തെങ്കിലും ഒരു തെറ്റിനെ തിരുത്തുന്നതാവാം. അതൊക്കെ അള്ളാഹു നമ്മളോട് പറയുകയാണ്. ഓരോ കാര്യങ്ങൾ അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ. അള്ളാഹു നമ്മളോട് കൽപ്പനകളുണ്ട് അല്ലെ, സന്തോഷ വാർത്തകളുണ്ട് അല്ലെ, നമ്മൾ താക്കീതുകളുണ്ട്. നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഖുർആൻ ഓതുന്ന സമയത്ത് നരകത്തെക്കുറിച്ചും ശിക്ഷകളെ കുറിച്ച് പറയുമ്പോൾ റബ്ബേ ഞങ്ങൾ അതിലൊന്നും ഉൾപ്പെടുത്തല്ലേ നമുക്ക് വരുന്നുണ്ടോ? ജഹന്നമിനെ കുറിച്ച് പറയുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതേപോലെ സ്വർഗത്തിനെ കുറിച്ചും അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ അള്ളാഹ് ഞങ്ങൾക്ക് അതൊക്കെ നൽകണേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് നമ്മൾ അതാണ് ശരിക്കും ഈ തദബ്ബുർ എന്ന് പറയുമ്പം ഇതാണ്. ഖുർആൻ ഓതുന്ന സമയത്ത് തന്നെ നമ്മൾ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഓ ഇതാണ് അള്ളതിൽ പറയുന്നത്, അള്ളാഹ് എനിക്ക് ഇത് അങ്ങനെ നമ്മളൊന്ന് എന്താണ് അള്ളാഹുമായിട്ട്, കാരണം അള്ളാഹു നമ്മളോട് സംസാരിക്കുകയല്ലേ, അതിനൊന്ന് കേൾക്കണ്ടേ നമ്മള്. അള്ളാഹ് ഇങ്ങോട്ട് പറഞ്ഞതുപോലെ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന പോലെ ആയിപ്പോയി. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇനിയൊക്കെ അതിന് മാറ്റങ്ങൾ വന്നേ പറ്റുള്ളൂ. ഇന്ന് നമുക്ക് അതിന് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളെ പിന്നാലെ ആൾക്കാർ നടക്കാണ്, പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അല്ലെ. അവർക്ക് എന്തായാലും നമ്മൾ പിന്നാലെ നടക്കുന്നവർക്ക് എന്തായാലും അള്ളാഹു പ്രതിഫലം കൊടുക്കും. കാരണം അവരുടെ ചിന്തയിൽ എന്ത് മാത്രമാണ് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അപ്പൊ അവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആളുകളിലേക്ക് അത് എത്തിക്കണം എന്നുള്ള ആ നീയത്ത് കൊണ്ടാണ്. ഒരാളെ പഠിപ്പിക്കാൻ സാധിച്ചാൽ അൽഹംദുലില്ലാ അത് മതിയല്ലോ. അവര് അല്ലെ അവർ ആ വഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ വേറൊരാളെ പഠിപ്പിക്കുമല്ലോ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഇത് അല്ലെ ഖുർആനെ അല്ലെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദായില് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഞാൻ 2 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചാണ് ഞാൻ പോകുന്നത്. അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും നഷ്ടക്കാരാവില്ല. സുബ്ഹാനല്ലാഹ്. ഖുർആനും റസൂലിന്റെ സുന്നത്തുകളും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഖുർആനെ ആ തരത്തിൽ തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അതായത് നമ്മൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കർമ്മത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ തന്നെ ഖുർആനെ നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മൾ ആരാണ്? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാകണമെന്ന് നമ്മൾ ഇന്ന് തന്നെ നിയത്ത് വെക്കാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലുള്ള വേറൊരു നിയത്തുണ്ട്, അള്ളാഹിന്റെ ആ പ്രിയപ്പെട്ടവരായിട്ട് നമുക്ക് മാറണം. ഹദീസുകളും ആയത്തുകളും തന്നെയാണ് നമ്മുടെ മോട്ടിവേഷൻ. അല്ലാതെ നമ്മളൊക്കെ ഇപ്പൊ എന്ത് കാര്യങ്ങൾ അല്ലേ, നമുക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ഇഷ്ടം പോലെ നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ അതൊക്കെ കേൾക്കും, അന്നേരമൊക്കെ ഒരു ഇത് തോന്നും, പിന്നെ അതങ്ങോട്ട് പോയി പോകും. പക്ഷെ റിയൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ആയത്ത് കേട്ടിട്ട് അല്ലെ, റസൂലിന്റെ ഹദീസുകൾ കേട്ടിട്ട് നമ്മളൊരു കർമ്മം ചെയ്തു നോക്കൂ. അതിലൂടെ കിട്ടുന്ന ഒരു തൃപ്തി, അതിലൂടെ കിട്ടുന്ന നമ്മൾക്ക് ദുനിയാവിൽ തന്നെ നമുക്ക് കിട്ടുന്ന അല്ലെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, എളുപ്പങ്ങൾ, അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ മോട്ടിവേഷൻ എന്താണ്? നമ്മുടെ വഴികാട്ടി എന്താണ്? എല്ലാം ഖുർആനാണ്. ഖുർആനെ പഠിപ്പിച്ചു തന്നിട്ടുള്ള റസൂലിന്റെ സുന്നത്തുകളാണ്. തീർച്ചയായിട്ടും അതിലേക്ക് നമ്മൾ ഇനി കൂടുതലായിട്ട് ഇറങ്ങിയേ പറ്റുള്ളൂ. പണ്ട് പഠിച്ചതും പണ്ട് കേട്ടതും വെച്ച് നമ്മൾ ഇതുകൊണ്ടൊക്കെ തന്നെ ആണ് എന്ന് പറയുന്നത് പലപ്പോഴും പല ആളുകളും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ വലിയ തെറ്റുകളൊന്നും ചെയ്യുന്നില്ല, പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെ പോയിക്കോളാം, ഇനി കൂടുതലൊന്നും പഠിച്ചിട്ട് അങ്ങനെ ആവേണ്ട, ഇനി എന്താ പറയുക പഠിച്ചാൽ കൂടുതലൊന്നും ഇട്ട് ചെയ്യാനും പറ്റില്ല. ഇതൊക്കെ വളരെ എന്താ പറയുക ബാലിശമായിട്ടുള്ള ചില എന്താ പറയാ ഡയലോഗ്സ് ആണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ നമ്മളെ കുറിച്ച് അവിടെ ചെന്ന് പറയുന്ന ഒരു ഈ ഡയലോഗ് ആലോചിച്ചാൽ തന്നെ നമുക്ക് ബേജാറ്. കാരണം ഇത് നമ്മൾ ഖുർആനിൽ നമ്മൾ സൂറത്തുൽ ഫുർഖാൻ റീഡ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ പോരെ, ഈ ആയത്ത് ഫുർഖാൻ എത്തുമ്പോൾ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യുക.
അല്ലാ റസൂൽ ഇങ്ങനെ പറയുന്ന ആൾക്കാർ അല്ലാ നമ്മളതിൽ ഉൾപ്പെടുത്തല്ലേ റബ്ബേ. നമ്മളെ ഖുർആന്റെ അല്ലാ റസൂൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഹൈർക്കും അല്ലെ, ആ ഒരു ഏറ്റവും ഉത്തമരായിട്ടുള്ള ആ ആൾക്കാരിൽ തന്നെ ഉൾപ്പെടുത്തണേ. അള്ളാഹുവിന്റെ അഹ്ലുകാരില് അല്ലെ, അഹ്ലുകാരിൽ അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെ, വഹാസത്തുഹു എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ള ആ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരിലേക്ക് നമ്മൾക്ക് ഉൾപ്പെടണം. സുബ്ഹാനല്ലാഹ്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഖുർആനെ പഠിക്കണം, മനസ്സിലാക്കണം, ആ മനസ്സിലാക്കലിലൂടെ നമ്മൾ ജീവിക്കണം അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ആൾക്കാരായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. അപ്പൊ നമ്മൾ എന്താ, നമ്മൾ ഖുർആനുമായിട്ടുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? തീർച്ചയായിട്ടും അല്ലെ, ഖുർആന് എന്തിനു വേണ്ടിയിട്ടാണ് ഇറക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാക്കി തരുന്ന ഒന്ന് രണ്ട് ആയത്തുകളുണ്ട്. അതിൽ പറയുന്നതാണ് എന്ത്? സുബ്ഹാനല്ലാഹ്, നമ്മളോടുള്ള ചോദ്യമാണ് കേട്ടത്. ഈ ചോദ്യം നമ്മൾ ഖുർആനിൽ കുറെ പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും. സൂറത്ത് മുഹമ്മദ് വായിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഓതിപ്പോയിട്ടുണ്ടാവും. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. അപ്പോൾ അവർ ഖുർആൻ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ? അതല്ല ഹൃദയങ്ങളിൽ പൂട്ടിട്ടിരിക്കുകയാണോ? ആരോടാ ചോദിക്കണേ? സുബ്ഹാനല്ലാഹ്, നമ്മളോട് തന്നെയല്ലേ ചോദിക്കുന്നത്. നിങ്ങളെന്താ ഹൃദയത്തിൽ പൂട്ടി, നിങ്ങൾക്ക് ഖുർആനൊന്നും മനസ്സിലാവണില്ലേ? ഇപ്പോഴും പറയുന്നതാണല്ലോ, നമുക്കൊന്നും മനസ്സിലാവണില്ല. ഇപ്പോഴും അത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഖുർആൻ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സുബ്ഹാനല്ലാഹ്, അത്രയും ക്ലിയർ പിക്ചേഴ്സ് ആണ് ഖുർആനിലുള്ളത്. ഞാനും വിചാരിച്ചിരുന്നത് എനിക്ക് എങ്ങനെ മനസ്സിലാവും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഖുർആൻ ഞാനൊരു 16 വർഷം മുന്നേ കേട്ടോ, കാരണം ഞാന് ഇപ്പൊ 2021 ഞാൻ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് UAE പോകുന്നത്. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് അർത്ഥമുള്ള നമ്മുടെ പരിഭാഷയുള്ള ഒരു ചുമന്ന ഖുർആൻ ഉണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ കയ്യിൽ ഉണ്ടാവുമായിരിക്കും, അതെന്റെ കയ്യിൽ കിട്ടുന്നത്. അന്ന് മുതൽ ഞാൻ അത് തുറന്നു വെച്ച് ഓതാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും എനിക്ക് ഒന്നും കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഞാൻ ഇതിങ്ങനെ വായിച്ചു, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാൻ ഫാത്തിഹയുടെ അർത്ഥം പഠിക്കണം, എന്നാൽ നിസ്കാരമൊക്കെ കുറച്ചും കൂടി ഞാൻ അർത്ഥം പഠിക്കും. ഞാനിങ്ങനെ ആയത്ത് ഓതും, ആയത്തിന്റെ അർത്ഥം അങ്ങനെ പറഞ്ഞു നോക്കും. പക്ഷെ എനിക്കൊന്നും കാര്യം ഒന്നും കിട്ടണില്ല. ഞാൻ ഇങ്ങനെ കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തെ നമ്മൾ നേർവഴിയില് ഇങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ടെന്നല്ല, അതിന്റെ ഒന്നും നമുക്ക് പക്ഷെ ആ ഒരു പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടും ആ ഒരു എന്താ പറയുക, നമുക്കുണ്ടല്ലോ, പിന്നെയും അതിന് മനസ്സിലായില്ലെങ്കിലും പിന്നെയും അതിലൂടെ ഇങ്ങനെ വായിച്ചു നോക്കും. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നില്ല, ഒന്നും എൻ്റെ തലയിൽ കയറിയിരുന്ന എനിക്ക് അറിയില്ല, അള്ളാഹു ആല. പക്ഷെ എനിക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യം അള്ളാഹു സുബ്ഹാനഹു വതആല കുറച്ച് കഴിഞ്ഞ് എനിക്ക് തന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പം അവിടെ ഖുർആൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെ, ഫാത്തിഹ സൂറയുടെ അർത്ഥം പഠിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെ, ബിസ്മി എന്ന് പറയുമ്പോൾ ബി എന്താ, ഇസ്മ എന്താ എനിക്കറിയില്ല, ഹംദ് എന്താന്ന് എനിക്കറിയില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഞാൻ ഇവിടെ ഫാത്തിഹയിൽ ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനെ ഒന്ന് മുറിച്ച് ഹംദ് എന്താന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ പക്ഷേ ആഗ്രഹം കൊണ്ട് അല്ലെ, നമ്മുടെ ഇഷ്ടം കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ഹൃദയത്തിനെ നമുക്ക് തുറക്കാൻ നമ്മൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ തുറന്നു വെച്ചാൽ തീർച്ചയായിട്ടും റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ഹൃദയത്തിലേക്ക് അത് ഇങ്ങനെ പതിപ്പിച്ച് തരും. സുബ്ഹാനല്ലാഹ്. അങ്ങനെയായിരിക്കും എല്ലാവരും പഠിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊന്നും ചെറുതിലെ ഇത്തരത്തിൽ ഖുർആൻ പഠിച്ചവരല്ല അല്ലെ, അതായത് മനസ്സിലാക്കി പഠിക്കേണ്ട പോലെ പഠിച്ചവരല്ല. ഏതിന് എന്നൊന്നും പഠിക്കുന്നില്ല. ഒരു ദുആ പോലും നമ്മളിങ്ങനെ ബുക്ക് നോക്കി ദുആകളൊക്കെ ഇങ്ങനെ ഓതുന്ന പോലെ ഖുർആൻ ഇങ്ങനെ നമ്മൾ ഓതുന്നുണ്ട്, അതേപോലെ ദുആകളും ഓതുന്നുണ്ട്, അത്ര തന്നെ. എന്തിനാ ഈ ദുആ അതുപോലും നമുക്കറിയില്ല. ഇന്ന് നമുക്കറിയാം റബ്ബനാ തഖബ്ബൽ മിന്ന എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു കർമ്മം ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് റബ്ബിനോട് അത് സ്വീകരിക്കണേന്ന് ചോദിച്ചത്. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്താ പറയുക, ഇബ്രാഹിം നബി കഅബ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സൂറത്തുൽ ബഖറയിൽ അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ അത്ര വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്, കഅബ പോയിട്ട് ഒരു കുഞ്ഞി പള്ളിക്ക് ഒരു ഇത്തിരി പൈസയൊക്കെ കൊടുക്കാനൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമായിരിക്കും, അല്ലാതെ ഒരു പള്ളി മുഴുവനായിട്ട് ഉണ്ടാക്കാൻ പോലുള്ള ഇതൊന്നും നമ്മളെ അടുത്തില്ല. എന്നാലും നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെ, വീട്ടിൽ ചെയ്ത് കൂട്ടുന്ന പണികളായിക്കോട്ടെ, നമ്മളല്ലാതെ പഠിക്കുന്നതായിക്കോട്ടെ, ആർക്കെങ്കിലും എന്തെങ്കിലും സ്വതക്ക ചെയ്യുന്നതായിക്കോട്ടെ, അപ്പൊ നമ്മൾ ഹൃദയത്തിൽ തട്ടി വരണം, റബ്ബനാ തഖബ്ബൽ മിന്ന. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ നമുക്ക് പറയാൻ എങ്ങനെയാ പറ്റുക, ഹൃദയത്തിൽ തട്ടി പറയാൻ പറ്റുക? സുബ്ഹാനല്ലാഹ്. അതെ, നമ്മൾ ഖുർആനെ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമാണ്. ആ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ മനസ്സിലാകും, എനിക്ക് എൻ്റെ റബ്ബ് മനസ്സിലാക്കി തരും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഈ ഒരു ആയത്ത് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകത്തൊന്നുമില്ലല്ലോ. ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടോ? ഇല്ല. സുബ്ഹാനല്ലാഹ്. എപ്പോഴും ഖുർആൻ റീഡ് ചെയ്യുന്ന സമയത്ത് ഒരു പേജ് ഒരു ദിവസം ഒരു പേജ് നമ്മൾ എന്ത് ചെയ്യാണ്, ഖുർആനിനെ നമ്മൾ അർത്ഥസഹിതം ഓതുക എന്നുള്ളത് അത് നമ്മളൊരു ജീവിതത്തിന്റെ ഭാഗമാക്കി നമുക്ക് മാറ്റാം. ഇൻഷാ അല്ലാഹ്. കാരണം അതൊരു ഭയങ്കരമായിട്ട്, അത് നിങ്ങൾക്ക് ആ പേജിൽ എല്ലാം ഒന്നും മനസ്സിലാവണമെന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു പേജ് റീഡ് ചെയ്യേണ്ട ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സൂറത്താനോട് പറഞ്ഞിട്ട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ ഫക്കീസ മാം ക്ലാസ് ഓതിയിടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്.
വിത്ത് അർത്ഥസഹിതം ദിവസം ഒരു പേജ്. അപ്പൊ നമുക്ക് ആ ഒരു ഗ്രൂപ്പിൽ എന്നും നമുക്ക് ഓതിയിട്ട് നമ്മൾ ഓതി എന്നുള്ളത് വെറുതെ ഒന്ന് അതിനകത്തൊന്ന് പോളിടാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളത് ഓതിയുന്നുമായി നമുക്ക് ആ ഒരു ഗ്രൂപ്പിന്റെ കൂടെ വിട്ടു പോവാതെ ആ ഒരു പേജ് ഒരു ദിവസം അർത്ഥസഹിതം ഓതാൻ സാധിക്കും. അതിനകത്തുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ആയത്തുകൾ ഇതുപോലെ ഇങ്ങനെ എടുത്തിടും. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു പേജില് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആയത്ത് നമ്മുടെ കണ്ണിൽ അങ്ങ് പതിയും. ഒരു ദുആ ആയിരിക്കാം, ചിലപ്പം ഇതുപോലെയുള്ള നമ്മളോടുള്ള ചോദ്യങ്ങളാവാം, ചിലപ്പോൾ നമ്മളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളാവാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അപ്പൊ കിട്ടും. പിന്നെ അടുത്ത പ്രാവശ്യം വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ആ പേജിൽ വേറെ കാര്യങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അങ്ങനെ സുബ്ഹാനല്ലാഹ്. അപ്പൊ തീർച്ചയായിട്ടും ഖുർആനിനെ ഖുർആൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനൊരായത്തും കൂടി നമുക്ക് നോക്കാം. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൽ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീത ഗ്രന്ഥമാണിത്. റസൂലിനോടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓതുമ്പോൾ നമ്മളോടാണ് പറയുന്നത്. ഇതിലെ ദൃഷ്ടാന്തങ്ങളെ പറ്റി അവർ ചിന്തിച്ചു നോക്കുന്നതിനും ബുദ്ധിമാന്മാർ ഉത്ബുദ്ധരാകുന്നതിനും വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഉലു അൽബാബ് എന്നല്ല, നമ്മൾ പൊട്ടന്മാരാണെന്ന് വിചാരിച്ച് നിൽക്കുക. അപ്പം അല്ല, നമ്മളൊക്കെ ബുദ്ധിമാന്മാർ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ ചിന്തിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്, നമുക്ക് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കോളേജിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുകയും വായിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഖുർആൻ പഠിക്കാൻ എന്തേ നമുക്ക് ബുദ്ധി ഇല്ലാണ്ടായി പോയി? നമ്മൾ അങ്ങനെ പറയാൻ പാടുവോ? ഇല്ല. അസ്തഗ്ഫിറുല്ലാഹ്. ഖുർആനാണ് പഠിക്കാൻ ഏറ്റവും എളുപ്പം. കാരണം ഖുർആൻ എന്താണ്? ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹുവിന്റെ കലാമിനെ പഠിക്കാനായിട്ട് അല്ലെ, നമുക്ക് ബുദ്ധിമാന്മാരായിട്ട് അല്ലെ, ഉലു അൽബാബായിട്ട് അല്ലെ, നമ്മൾ അങ്ങനെയൊക്കെ ആയി തീരാന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ ആവണ്ട. അള്ളാഹിന്റെ അടുത്ത് ദുആ ചെയ്യണേ അതിന് കാര്യമുള്ളൂ. സുബ്ഹാനല്ലാഹ്. അള്ളാഹിന്റെ അടുത്ത് മനസ്സറിഞ്ഞ് നമ്മൾ ദുആ ചെയ്ത് നോക്കൂ. എല്ലാറ്റിനും ഇന്ന് നമ്മളെ ബക്രയുടെ ക്ലാസ്സിന്റെ ആലിമ്രാന്റെ എത്തിയല്ലോ. നമ്മൾ ആലിമ്രാന്റെ ക്ലാസ്സിലെ ലാസ്റ്റിൽ ഇങ്ങനെ ഡിസ്കഷൻ പറഞ്ഞപ്പോൾ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ കഴിയൂല എന്ന് വിചാരിച്ച് നമ്മൾ, പക്ഷെ എല്ലാറ്റിനും കഴിവുള്ള ഒരു റബ്ബുണ്ട്. അതാരാ? നമ്മളെ സൃഷ്ടിച്ച് അല്ലെ, നമുക്ക് ഇതെല്ലാം തന്ന് ഈ ഒരു കിതാബും നമുക്ക് തന്ന് നമ്മൾ ഇങ്ങോട്ട് അയച്ച അല്ലെ ഒരു റബ്ബുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ റബ്ബിനോട് എന്നെ പറഞ്ഞാൽ മതിയല്ലേ, എനിക്കിതൊന്ന് മനസ്സിലാക്കി തരണേ പഠിച്ചോനെ, ഇതൊന്നും എനിക്ക് മനസ്സിലാക്കി തരണേ പഠിച്ചോനെ, പറഞ്ഞോളൂ. നമുക്ക് വഴി കാണിച്ചു തരണേ പഠിച്ചോനെ, മനസ്സറിഞ്ഞ് ഇതിനെ സിറാത്തുൽ മുസ്തഖീം പറഞ്ഞു നോക്കൂ. എന്നിട്ട് ഖുറാനിലേക്ക് നോക്കൂ. നമ്മൾ ഓരോ പ്രാവശ്യവും ഫാത്തിഹ സൂറ ഓതി കഴിഞ്ഞിട്ട് ഖുറാന്റെ ഒരു പേജ് എടുത്തിട്ട് ഇതുപോലെ മനസ്സിലാണെന്ന് വിചാരിച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കൂ. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും ഒരു കർമ്മം, എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ തട്ടും. അപ്പൊ നമ്മൾ വിചാരിക്കും അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അങ്ങനെ കുറച്ച് ക്ലാസ്സുകൾ ഇതുപോലെ ഖുറാന്റെ വേഗം മനസ്സിലാകുന്ന ആയത്തുകൾ തദബ്ബുർ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ക്ലാസ്സുകൾ ഞാൻ അതിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പറ്റുകയാണെങ്കിൽ അതൊന്ന് കേട്ടാൽ ഭയങ്കര എളുപ്പമായിരിക്കും. എപ്പോഴും നമ്മൾ ഓതുന്ന സൂറത്താണ് എന്ത്? അപ്പം ഇത് അൽഹാക്കും മുത്തക്കാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ. ഞാൻ ആ ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായി. സുബ്ഹാനല്ലാഹ്. ഇപ്പോഴും ഓതുന്നതല്ലേ, എന്തെങ്കിലും അതിലൊരു ഭാഗം നമ്മളെ തലയിലേക്ക് വന്നിട്ട് അല്ലേ, നമ്മൾ അതിനൊന്ന് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൽ പറയുന്നത്? മക്കാബിർ എന്ന് വെച്ചാൽ എന്താണ് മക്കാബിർ? ഖബറുകൾ അല്ലേ. ഹത്താ സുർത്തുമിൽ മഖാബിർ എന്ന് പറഞ്ഞാൽ ഖബറുകൾ സന്ദർശിക്കും വരെ. ഖബർ നമ്മളിങ്ങനെ സന്ദർശിക്കാന്ന് വെച്ചാൽ വേറെ ആളുടെ മയ്യത്തിനെ സന്ദർശിക്കാൻ പോകുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മളോട് ഓരോരുത്തരോടും പറയാണ്, നിങ്ങൾ ഖബറിടം സന്ദർശിക്കുന്നത് വരെ, നമ്മൾ ഖബറിൽ എത്തുന്നത് വരെ എന്നാ പറഞ്ഞിട്ടുള്ളത്. എന്ത്? അൽഹാഖു മുത്തക്കാസുർ. സുബ്ഹാനല്ലാഹ്. പെരുമ നടിക്കൽ. അപ്പം നമ്മളിപ്പോ അർത്ഥം വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പെരുമ നടിക്കൽ എന്താന്ന് തിരിഞ്ഞിട്ടുണ്ടാവില്ല. അതിന്റെ തഫ്സീർ വായിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ക്ലാസ് കേൾക്കാൻ ശ്രമിക്കുക. സുബ്ഹാനല്ലാഹ്. ജുസമ്മീന്റെ തദബ്ബുർ ക്ലാസ്സുകൾ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അതിലെന്താ പറയണേ? അതായത് നമ്മൾക്ക് ഉള്ളതിൽ കൂടുതൽ കാണിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണല്ലേ ഇപ്പൊ ദുനിയാവില് അല്ലേ. നമുക്കറിയാം എല്ലാം ഷോ ഓഫ് ആണ്, എല്ലാം ഷോ ഓഫ് ആണ്. ഉള്ളതിനേക്കാൾ ഉപരി എല്ലാവരും ഇങ്ങനെ കാണിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. അത് എന്തും ആവാം, എന്തെന്നൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്. അത് കല്യാണമാവാം, പരിപാടികളാവും, ഇല്ലാത്ത ഓരോ ആഘോഷങ്ങൾ ഉണ്ടാക്കി ചെയ്യലാവാം. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് റീൽസ് ആയിട്ടും അല്ലെ, സ്റ്റാറ്റസ് ആയിട്ടും DP ആയിട്ടും ഒക്കെ ഇങ്ങനെ വെച്ച് എല്ലാവരും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. നമ്മൾ തിന്നതും കുടിച്ചതും ഇട്ടതും അല്ലെ, ആഘോഷിച്ചതും എല്ലാം ഇങ്ങനെ ഷോ ഓഫ് ആണ്, ഷോ ഓഫ്. അത് ഉള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. ഉള്ളതിൽ പൊലിപ്പിച്ച് കാണിക്കുന്നതാണ്. ആ പൊലിപ്പിക്കലൊക്കെയാണ് ശരിക്കും. എന്നിട്ട് അതിനു വേണ്ടി മത്സരം നടത്തുകയാണ്. അവരെക്കാട്ടിലും സംഭവം നമ്മൾ അല്ലെ, അവരെക്കാട്ടിലും നന്നായിട്ട് നമ്മൾ, അവരെക്കാട്ടിലും സ്പെഷ്യൽ ആയിട്ടുള്ളതെല്ലാം ഓരോരുത്തരിൽ നിന്നും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മാത്സര്യമാണ്. അതാണ് തക്കാസുർ അല്ലെ, അൽഹാക്കും തക്കാസുർ. അതെ.
അത് എത്ര വരെ മാത്രമേ ഉള്ളൂ കബറിടെ എത്തുന്നത്. കബറിടെ എത്തി നമുക്കറിയാം കബറിലേക്ക് എങ്ങനെയാ പോവുക. ഈ ഷോ ഓഫ്, ഈ കാണിച്ചു കൂട്ടിയ അല്ലെ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. നമ്മൾ സ്ത്രീകളുടെ കാര്യം എടുക്കുക അല്ലെ, ഇപ്പോഴത്തെ സ്ത്രീകളിലൊക്കെ ഇപ്പം കുട്ടികളെ പറയും, കുട്ടികളെ അല്ല, അതിനേക്കാൾ ഉപരി ഓരോ പാരന്റ്സും തന്നെ ചേഞ്ചസ് വന്നിട്ടുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സോഷ്യൽ മീഡിയ ഒരുപാട് ഈ സോഷ്യൽ മീഡിയ ആണ് നമ്മളിപ്പോൾ ഇവിടെ ഇരുത്തിയിട്ടുള്ളെങ്കിൽ സോഷ്യൽ മീഡിയ വല്ലാതെ മോശമാക്കിയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് തന്നെ നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽക്കാരിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. കുട്ടികളിലെ മാത്രം നമ്മൾ പറഞ്ഞു നിർത്തേണ്ട ഒരു കാര്യമില്ല. ഇന്നത്തെ കുട്ടികൾ അന്നത്തെ കുട്ടികളെന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇന്നത്തെ ആൾക്കാർ സുബ്ഹാനല്ലാഹ് മാറിപ്പോവാണ്, അറിയാതെ മാറിപ്പോവാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അത് ചെറുതല്ലേ, അത് കുറച്ചല്ലേ എന്ന് വിചാരിച്ച് ചെയ്ത് പിന്നെ നമ്മൾ പറയില്ല കറ അങ്ങ് വലുതായി, പിന്നെ അത് കറയാന്ന് മനസ്സിലാവാത്ത വിധം അല്ലേ, അത് ആദ്യം മുനാഫിക്കുകളായിരിക്കും, കുറച്ചതിലും എന്ന് പറഞ്ഞ പോലെ നിൽക്കും. പിന്നെ അതങ്ങോട്ട് ഖതമല്ലാഹു അലാ ഖുലൂബിഹി എന്ന് പറഞ്ഞ പോലെ ഹൃദയത്തിൽ അങ്ങോട്ട് സീലിട്ട പോലെ ആയി പോവാണ്. പിന്നെ തെറ്റാന്ന് തന്നെ മനസ്സിലാവാത്ത വിധം അതിലേക്ക് അങ്ങ് പൂപ്പ് പൂത്തി പോകുന്ന പോലെ ആയി പോവാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയാലും നമ്മൾ ആ ഒരു സൂറത്ത് പഠിച്ച നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു ചിന്തയുണ്ട്. ഇതൊക്കെ എന്തെങ്കിലും നമ്മൾ എല്ലാവരും എങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യണം. എവിടെ വരെ ഉള്ളൂ? ഹത്താ സുർത്തുമിൽ മക്കാബ്. നമ്മൾ പോകുമ്പോ എങ്ങനെയാ പോവാ? വെള്ള മക്കന അല്ലെ, വെള്ള കുപ്പായം അതങ്ങോട്ട് വലിച്ചു മുറുക്കി കെട്ടി അല്ലെ, ആ ഒരു കിടപ്പൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയല്ലേ നമ്മൾ ആരായാലും പോവുള്ളൂ, എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടിയാലും പോവുള്ളൂ. ആ ഒരൊറ്റ സൂറത്ത് പോലെ ഒരു മനുഷ്യനെ നന്നാക്കാൻ അല്ലേ, ഒരു ചിന്തയും ചിലപ്പം ചില കാര്യങ്ങളിലേക്ക് നമുക്ക് വരും തന്നെ ഇല്ല. അള്ളാഹു അക്ബർ. നമ്മുടെ ചിന്തയിലേക്ക് ആ ചിന്ത ഒരു കബറിടം കാണാൻ നമ്മുടെ കണ്ണിലേക്ക് വരുന്ന പോലെ തോന്നും അല്ലെ. നമ്മൾ മരിച്ചു കിടക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചിന്തിച്ചു പോകും. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അത് പോരെ, അതാ പറയുന്നത് ഒരു ആയത്ത് പഠിച്ചാൽ മതി. വലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ ആയത്ത് നമ്മൾ പഠിക്കുന്നത്, നമ്മളിങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുന്ന നമസ്കാരത്തിൽ എവിടെയാ നമ്മളെ ചില വാക്കുകൾ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്? അത് നാശം എന്നാ പറഞ്ഞിട്ടുള്ളത്. നാശം. അവരുടെ ശിക്ഷ എന്താണെന്നാ പറയുന്നത് ഇല്ലേ. നമ്മൾ ഈ തിരമാലകൾ കണ്ടിട്ടില്ലേ? തിരമാലകൾ എങ്ങനെയാണ് ഒരു മനുഷ്യന് പിന്നെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങ് പോകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബേക്കോട്ട് ഓടുമ്പോ ആ തിരമാല അങ്ങ് ഇങ്ങനെ പൊങ്ങി വന്ന് അല്ലേ, ആളിനെ അങ്ങോട്ട്, അത് വേറെ എന്തെങ്കിലും സാധനങ്ങളാവാം, അതങ്ങ് മൂടിക്കളഞ്ഞ് അങ്ങോട്ട് കടലിലേക്ക് കൊണ്ടുപോകുന്ന പോലെയല്ലേ തിരമാല വരുന്നത്. അത് തൂണുകളോളം ഉയരത്തിലുള്ള തിരമാലകളെ പോലെയാണ് നരകത്തിലെ തീ. നാറുവാഹിൽ മുഖദ അല്ലത്തി തത്തലു അലൽ അഫ്ഇദ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത് വായിക്കുന്ന സമയത്ത് ഓതിയിട്ടുണ്ടാവും എത്രയോ പ്രാവശ്യം. ആ ഒരു സൂറത്ത് ആരെങ്കിലും മാറ്റിയിട്ടുണ്ടോ? മാറ്റണം നമ്മുടെയൊക്കെ ഓരോ ചിന്തകൾ നമ്മളിലേക്ക് വരണം. വർത്താനം പറയുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം കാര്യങ്ങളും പറയുമ്പോൾ എന്തെങ്കിലും കുത്തുവാക്കുകളും കളിയാക്കലുകളും ഒക്കെ പറയുന്ന സുബ്ഹാനല്ലാഹ്. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലെ, കുത്തുവാക്ക് പറയുന്നവരും അല്ലെ കളിയാക്കുന്നവർക്കും പരിഹസിക്കുന്നവർക്കും നാശം. എങ്ങനെയുള്ള നാശമാണ്? സുബ്ഹാനല്ലാഹ്. അതേമാതിരി അതിനകത്തും പറയുന്നുണ്ടല്ലോ അല്ലെ, അവര് സമ്പത്തുള്ളവരാണ്, അപ്പൊ സമ്പത്തുള്ളവർക്ക് ഇങ്ങനെ അതിങ്ങനെ ഇങ്ങനെ പിന്നെയും അത് ജമാമാലം അത് പിന്നെയും എണ്ണി കൂട്ടി അതാണ് അവർക്ക് ഇഷ്ടം. മറ്റുള്ളവരെ ഒന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല. അവരുടെ ഈ പെരുപ്പം കാണിക്കലുമായിട്ട് അവരങ്ങനെ ജീവിച്ചു പോവാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. അവർക്ക് ആ നാശം എങ്ങനെയാണ്? ഈ പറഞ്ഞതുപോലെ നരകത്തീന്റെ അങ്ങേ അല്ലേ, ഇതാണ്. അതങ്ങ് മൂടിക്കളയും, ഹൃദയങ്ങളോളം ചെന്നെത്തുന്ന അങ്ങനത്തെ തീയാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് പേടി വരും. നമ്മൾ ശ്രദ്ധിക്കും, വർത്താനം പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കും. അതെ, ആ ശ്രദ്ധയാണ് ആ ഒരു വാക്കുകളിൽ നിന്നും വർത്താനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നതാണ് തദബ്ബുർ. സുബ്ഹാനല്ലാഹ്. ഇതുപോലെ നമുക്ക് എന്തെങ്കിലും നമുക്ക് സ്റ്റൈലാക്കണമെന്നും നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ തോന്നുന്ന നമ്മളെ മനസ്സിലേക്ക് വരുന്നത് ഹത്താ സൂർത്തുമുൽ മഖാബിറാണ്. പോരെ, രണ്ടായത്തുകൾ പോരെ? അല്ലാഹു അക്ബർ. ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഞാനൊന്ന് രണ്ട് ആയത്തുകൾ പറഞ്ഞതേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഖുർആൻ ഓതുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ തട്ടിയ ആയത്തുകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്കായിട്ട് ഇനിയും ഇതുപോലെ ഇരിക്കണം. ഒരുപാട് ഞാൻ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാം ഖുർആൻ പഠിക്കേണ്ട കാര്യങ്ങളും എല്ലാം തന്നെ. ഞാനും ഇതുപോലെ പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഈ പറഞ്ഞ രണ്ട് ആയത്തുകൾ തന്നെ ഇനിയിപ്പം എൻ്റെ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ടൊരു സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതേ ഖുർആൻ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അതിനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. എപ്പോഴും പ്രാർത്ഥന അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് അറിയുന്നില്ല, നമുക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നില്ല എന്നുള്ള ചിന്തയല്ല. റബ്ബേ എനിക്ക് നീ മനസ്സിലാക്കി തരണേ. അതിനുള്ള വഴിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നിപ്പം നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയൊരു തൗഫീഖാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു ഇൽമു കൊടുക്കുകയുള്ളൂ. അതറിയില്ലേ? അപ്പൊ തന്നെ നമുക്കൊന്ന് പറഞ്ഞൂടെ, മനസ്സറിഞ്ഞിപ്പിരുന്ന് നമുക്ക് പറഞ്ഞൂടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ദേ സുബ്ഹാനല്ലാഹ്. അള്ളാഹ് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു കാര്യമല്ല.
അറിവെന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരെ നമ്മൾ ആയില്ലേ. ഇനി കുറച്ചും കൂടി അടുക്കണം അല്ലെ, ഏറ്റവും ബെസ്റ്റ് ആവണം നമുക്ക്. അപ്പൊ എങ്ങനെയാണ് അതെങ്ങനെയാവുക? സുബ്ഹാനല്ലാ, ആ അഹ്ലുൽ ഖുർആൻ ആകണം നമ്മൾ, ഖുർആനിന്റെ അഹ്ലുകാരാകണം. അഹ്ലാരാണ് അല്ലെ? ഏറ്റവും അടുത്ത കുടുംബക്കാർ, ഭയങ്കര ക്ലോസ് റിലേഷൻഷിപ്പ് ആണത്. അങ്ങനെ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെറും പാരായണം കൊണ്ട് നമുക്ക് എത്തൂല. വെറും പാരായണം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും അത് വെറുതെ ആണെന്നും ആരും പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്, അതിന് നമ്മൾ ഓരോ അക്ഷരത്തിനും അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതിന് കൂലിയാണ്. നമുക്ക് പ്രതിഫലങ്ങൾ ദുആ ആണെങ്കിലും ദിക്റുകളാണെങ്കിലും നമ്മൾ മനസ്സറിയാതെ നമ്മൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പം അതിനൊക്കെ നമുക്ക് പ്രതിഫലം അതിന് കണക്കാക്കി തൂക്കി കണക്കാക്കി നമുക്ക് നൽകും. പക്ഷെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് ഏറ്റവും ഉത്തമരായിട്ടുള്ള മനുഷ്യരാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ തന്നിട്ടുള്ളെങ്കിൽ ആ ഉത്തമരായ മനുഷ്യന്മാരായിട്ട് ദുനിയാവിൽ ജീവിച്ച് ആ ഉത്തമരായിട്ട് റബ്ബിലേക്ക് നമുക്ക് മടങ്ങണം. അവിടെയാണ് നമ്മൾ ആ ഏറ്റവും വിജയികളായിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുള്ളൂ. സുബ്ഹാനല്ലാഹ്, നമുക്ക് എത്തിക്കൂടെ? എത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇതുപോലെ ഓരോന്ന് മനസ്സിലാക്കിയാൽ പോരെ. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഇല്ലേ, ഈ രണ്ടായത്ത് നമ്മൾ എപ്പോഴും ഓതുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ആലോചിക്കാം, നമുക്കൊരു അണുമണി തൂക്കം നന്മ ചെയ്താലും സുബ്ഹാനല്ലാഹ് അവിടെ കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പൊ അണുമണി എന്ന് വെച്ചാൽ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതല്ല. പറ്റുമോ? ഇല്ല. കടുക് മണിയോളം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, കടുക് നമ്മൾ കാണുന്നതാണ്. ആറ്റം സൈസ് എന്ന് പറയില്ലേ, മൈക്രോസ്കോപ്പ് വെച്ച് അങ്ങനെ 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 സൂം ചെയ്താലായിരിക്കും ചിലപ്പോൾ ആറ്റം സൈസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സാധനം ത്തിന്റെ അത്ര ചെയ്താലും നന്മ ചെയ്താലും അത് റബ്ബിന്റെ അടുത്ത് ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരു കുഞ്ഞു കാര്യം നമ്മളെ കണ്ണിന്റെ മുന്നിൽ നമുക്ക് ഇന്ന് ചെയ്യാൻ കിട്ടുകയാണ്. മടിയുണ്ടോ? ഇല്ല. ഇതുപോലൊരു ആയത്താണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. ഇതിപ്പോ ആരെങ്കിലും വായിക്കോ? ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഇട്ടാല്, അല്ല എന്റെ ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടാല് ഓരിപ്പോ വിചാരിക്കും ഇവരിങ്ങനെ ഇവളിങ്ങനെ ഭയങ്കര നമ്മൾ അതൊന്നും വിചാരിക്കണ്ട. ഇതൊരു ആറ്റം സൈസ് ആണെങ്കിൽ ആയിക്കോട്ടെ, അതിൽ ഒരാൾ വായിച്ചാൽ അതെനിക്ക് അത്രയും റിവാർഡ് കിട്ടൂലേ? അല്ലേ? സുബ്ഹാനല്ലാഹ്. അതിന്റെ ഒരു പ്രതിഫലം, അതിന്റെ ഒരു നമ്മളെ ചിന്ത മുഴുവൻ അള്ളാഹുലേക്ക് കണക്ട് ചെയ്യണം. അവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് ചിന്തിക്കും എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ ഇനി പോണില്ല. സുബ്ഹാനല്ലാഹ്. എല്ലാവരും അങ്ങനെ, കുട്ടികൾ അങ്ങനെ പറയാറുണ്ട്. പാരന്റ്സ് തന്നെ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്. ചിലപ്പം കുട്ടികൾ അങ്ങനെയാ പറയാ. എന്താ പറയാ? എല്ലാരും അങ്ങനെയല്ല, അപ്പൊ ഞാൻ മാത്രം ഇങ്ങനെ. ഓടുവൺ ആയിക്കോട്ടെ, ഓടുവൺ അതന്നെയാണല്ലോ പറഞ്ഞത്. കലീൽ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ നല്ലവരിൽ, വളരെ കുറച്ചെന്ന് പറയുമ്പോൾ 100-ൽ 1 ഉണ്ടാവുള്ളേ കണക്ക് കൂട്ടുമ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടികൾക്ക് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കും. അള്ളാഹ് ഖുറാനിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ആൾക്കാരെ അള്ളാന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുള്ളൂ. ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. ഓടുവണ്ണായിട്ട് അവിടെ നിന്നോട്ടെ. അള്ളാഹ് അവിടുന്ന് നോക്കുന്ന സമയത്ത് ഈ മോള് മാത്രമായിരിക്കും ആ കൂട്ടത്തില്, അല്ലേ? അപ്പൊ എന്തൊരു സ്പെഷ്യൽ ആയിരിക്കും അതിന്. സുബ്ഹാനല്ലാഹ്. തെളിഞ്ഞു കാണുന്ന പോലെ ഈ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർ, 100 ആൾക്കാരിൽ ഒരു മോള്, അല്ലേ? സുബ്ഹാനല്ലാഹ്. ഹിജാബ് ഇട്ട്, അല്ലെ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നടക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയേ ഉള്ളൂ. മതി, അത് മതി. അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ നമ്മുടെ മക്കളും നമ്മളും എല്ലാം തന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിക്കൊണ്ട്. കാരണം ഖുർആനിനെയാണ് നമ്മളിലൂടെ പുറത്തേക്ക് കാണേണ്ടത്, റിഫ്ലക്ട് ചെയ്യേണ്ടത്. ശരിക്കും ഇംഗ്ലീഷിൽ മീനിങ് പറയുമ്പോൾ റിഫ്ലക്ഷൻ എന്നാ പറയാ. മലയാളത്തിൽ ചിലപ്പോൾ നമ്മൾ ഉറ്റാലോചിക്കുക എന്നൊക്കെ ചിലപ്പം തദബ്ബുറിന്റെ മീനിങ് ആണ്. അപ്പൊ ആദ്യത്തിൽ എനിക്ക് മനസ്സിലായിട്ടില്ല ഇതെന്താ പഠിച്ചോനെ ഈ ഉറ്റാലോചിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ നമുക്കത് അതിന്റെ മലയാളം വേർഡ് അങ്ങനെ പറയുമെങ്കിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് ഇത് നമ്മളുടെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ആദ്യം നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുക. ആ ആയത്തൊന്ന് വായിച്ചു നോക്കി, അല്ലെ? വായിച്ചു നോക്കി പിന്നെ അതൊന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ്. എന്താ ഇതിനകത്ത് ഇപ്പൊ പഠിച്ചോൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്? ആ രീതിയിൽ അതിനോട്ടൊന്ന് ശ്രദ്ധിക്കാം നമ്മൾ. അപ്പൊ ആയതിൽ ഇങ്ങനെയാണല്ലേ പഠിച്ചോൻ പറഞ്ഞത്, അപ്പൊ ഇതെങ്ങനെ പിന്നെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക? യെസ്. അപ്പൊ അത് ലൈഫിലേക്ക് അപ്ലൈ ചെയ്തു. പിന്നെ അത് നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ പിന്നെ അത് നമ്മൾ എന്താക്കലാണ് ശരിക്കും പറഞ്ഞാൽ അത് പഠിപ്പിക്കൽ കൂടിയാണ്. കാരണം നമ്മളിൽ നിന്ന് നമ്മുടെ മക്കളിലേക്കെങ്കിലും അത് ആ ഒരു നല്ല സ്വഭാവം കാണിക്കൂലേ? നമ്മളിങ്ങനെ എന്തെങ്കിലും ആദ്യത്തിലൊക്കെ കുറച്ചൊക്കെ വർത്താനൊക്കെ പറയുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ കുട്ടികളെ കൂടെ ആണെങ്കിലും ചിലപ്പോൾ ഇച്ചിരി കുശുമ്പ് മുന്നായ്മയൊക്കെ പറയുന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മൾ ഒരുമിച്ച് കുട്ടികൾ എന്തെങ്കിലും ആരെങ്കിലും കുറിച്ച് പറയുന്ന സമയത്ത് പഠിച്ചോനെ ഇനി അങ്ങനെ വർത്താനം പറഞ്ഞുകൂടാ മക്കളെ, ഈ സൂറത്തിൽ ഇങ്ങനെ നമ്മൾ എത്ര പ്രാവശ്യം ഓതിയത്, ഈ സൂറത്തിൽ ഇങ്ങനെ പറയില്ലേ, നമുക്ക് അങ്ങനെ പറയണ്ട കേട്ടോ ഇനി. അള്ളാ എന്തൊരു ശിക്ഷയാ, ഓ നാശം എന്നൊക്കെ പഠിച്ചു പറഞ്ഞിട്ടുണ്ട്. നമുക്കത് വേണ്ട കേട്ടോ. സുബ്ഹാനല്ലാഹ്. പറയാൻ പറ്റൂലേ? എത്ര എളുപ്പമാണ് അല്ലേ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് റിഫ്ലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മക്കളിലേക്ക് നമുക്കത് പകർന്നു കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മളൊരു ടീച്ചർ ആവണമെന്നും നമുക്ക് വലിയ ക്ലാസ്സുകൾ കുറെ ആൾക്കാരെ കൂട്ടി ക്ലാസ് എടുക്കണമെന്നും വലിയൊരു എന്താ പറയാ സ്റ്റേജിലേക്ക് പോയി പ്രസംഗിച്ച ആൾക്കാരെ ഇതാക്കണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഓരോ ആയത്തുകളും മാറ്റങ്ങളും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ ഭർത്താവിൽ, നമ്മളെ ചുറ്റുപാടുകളിൽ വരുത്തുന്ന ഓരോ മാറ്റങ്ങൾ ഉണ്ടാവും. അവള് ഖുർആൻ പഠിക്കുന്നവളാണ്,
അതിനുള്ള അല്ലെ സുബ്ഹാനല്ലാഹ് ഖുർആൻ പഠിച്ചിട്ട് എന്താപ്പോ അത് അങ്ങനെയല്ല പറയണ്ട. വർത്താനം കേൾക്കാൻ പറ്റില്ല, അവളുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എല്ലാരും കണക്കന്നെ, പക്ഷെ നമ്മളെ കുറിച്ച് ആരും അങ്ങനെ പറയണ്ട. ഖുർആൻ പഠിക്കുന്ന നമ്മളിൽ കൂടെ അല്ലെ പുറത്തേക്ക് വരുന്നത് ഏറ്റവും നല്ലതായിരിക്കണം. ഖുർആനിനെ കുറിച്ച് ഞാനൊരു ക്ലാസ്സിൽ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാല്, ഖുർആൻ പഠിക്കുന്നവരെന്ന് പറയുന്നവരുടെ ഇരുത്തം, നടത്തം, നൃത്തം, അവരുടെ എന്താ പറയുക സംസാരം അല്ലെ പെരുമാറ്റം എല്ലാം ഖുർആൻ ആയിരിക്കണം എന്നാണ്. അതെങ്ങനെയാവും? അങ്ങനെ ആയി മാറും. കാരണം നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മളെ ഇരിപ്പും നടപ്പും ഒക്കെ മാറ്റങ്ങൾ വരികയാണ്. എങ്ങനെ നമ്മൾ തക്കാസുറൊന്നുമില്ല, ഷോ ഓഫ് ഒന്നും ഇല്ല അല്ലെ, ഒരു ടൈപ്പ് ഓഫ് പെരുമാ അടിക്കലൊന്നും നമുക്കില്ല. അപ്പൊ എന്തായി? നമ്മൾ ആ ഖുർആനെ റിഫ്ലക്ട് ചെയ്തു. സുബ്ഹാനല്ലാഹ്, മാറ്റം വരികയല്ലേ. ലാഹുലാഖില്ല. നമ്മള് സൂറ ലുഹ്മാനും അതേപോലെ ഫുർഖാനിലൊക്കെ പഠിക്കുമ്പോൾ ഇബാദുർ റഹ്മാന്റെ ഒക്കെ ക്വാളിറ്റീസ് പറഞ്ഞാൽ അവരൊക്കെ ഭൂമിയിൽ മിതത്തോടെ നടക്കുന്നവർ, ചവിട്ടി ചവിട്ടി ഇതാക്കി അഹങ്കാരത്തോടു കൂടി നടക്കുന്നവരല്ല, ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവരാണ്. അവരെ സൗത്ത്, അവരെ വർത്താനം അവര് മെല്ലെയാണ് പറയുക. ഒച്ചപ്പാടുണ്ടാക്കി ആൾക്കാരെ കേൾപ്പിക്കണം എന്നുള്ള രീതിയിൽ ഭയങ്കര ബഹാലിയൊന്നും ആയിരിക്കില്ല. സുബ്ഹാനല്ലാഹ്, അതൊക്കെ നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ നമ്മളിൽ സൗണ്ടൊക്കെ നമ്മൾ ഇത്തിരി ഒച്ചത്തിലൊക്കെ വർത്താനം പറയുന്നവരൊക്കെ കൈക്കൂട്ടത്ത് കൂടിയാൽ നമ്മളൊക്കെ അങ്ങനെയല്ലേ. ഫ്രണ്ട്സിനൊക്കെ കണ്ട ഇപ്പം കുറച്ചൊരു കൺട്രോളാണ്, കുറച്ചൊന്നൊരു അടക്കത്തിലും ഒതുക്കത്തിലൊക്കെ നമ്മൾ നിൽക്കും. ബിക്കോസ് നമ്മൾ ഖുർആനെ പഠിച്ചവരാണ്. അപ്പൊ ആ ഒടക്കവും ഒതുക്കവും അല്ലെ നമ്മൾക്ക് ഉണ്ടാവേണ്ട ചില കാര്യങ്ങളൊക്കെ നമ്മളെല്ലാരും നമ്മളും അങ്ങോട്ട് അങ്ങ് ഇറങ്ങിയതാകുന്ന പോലെയല്ല, നമ്മൾ അതിൽ നിന്നും അല്ലെ നമ്മളൊരു മുസ്ലിം പേഴ്സണാലിറ്റി, ഒരു ലേഡി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ഖുർആനിലൂടെ പഠിക്കുന്നു. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു. നമ്മളെ മക്കളും നമ്മളെ കണ്ടിട്ട് പഠിക്കുന്നു അല്ലെ. അതിലൂടെ നമ്മളെ കുടുംബം തന്നെ അല്ലെ, അതിൽ മക്കളിൽ നിന്ന് മക്കളിലേക്കൊക്കെ അത് പകർന്നു പോകുന്നു. എന്തൊരു സുബ്ഹാനല്ലാഹ്. ഇതിനല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആൻ തന്നിട്ടുള്ളത്, നമ്മളെ ഉത്തമ മനുഷ്യരാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഏറ്റവും നല്ല ആളുകളാക്കാൻ വേണ്ടിയിട്ട്, അഹ്സന അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ടത് അല്ലെ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. സൂറത്തുൽ മുൽക്ക് എല്ലാവരും ഓതുന്നവരല്ലേ. ആ രണ്ടാമത്തെ ആയത്ത് ഒന്ന് പോരെ നമ്മളെ നന്നാക്കാനായിട്ട്. കാരണം നമ്മളോട് നമ്മളെ ചിലപ്പോൾ നമ്മുടെ സഫറുള്ള പലപ്പോഴും നമ്മൾ വിട്ടുപോയെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തോർത്ത് ചില ആയത്തുകൾ നമ്മുടെ തലയിൽ അങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മളെ ഭർത്താവ് നമ്മളോട് അടികൂടാൻ വരുന്നത്, എന്തെങ്കിലും അടികൂടാന്നല്ല, എന്തെങ്കിലും കാര്യത്തിൽ വിഷയത്തിന് പുറത്ത് വർത്താനം പറയാൻ വരുന്നത്. അപ്പൊ നമ്മളെന്താ, നമ്മളെ മനസ്സിലേക്ക് എന്ത് വന്നു? ഖുർആൻ പഠിക്കുന്നവരും പഠിക്കുന്ന ആൾക്കാരാണ് നല്ലവർ, അതുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, എന്തിനാ ഉള്ളത് ദുനിയാവിലേക്ക് നമ്മളെ ജീവിതവും മരണമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് എന്തായാലും മരിക്കും. അതിന്റെ ഇൻ ബിറ്റ്വീൻ കുറച്ചൊരു സമയമില്ല. എന്തിനാ തന്നത്? ടെസ്റ്റ് ചെയ്യാനാണ്. ലിയബ്ലുവക്കും, നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? ലിയബ്ലുവക്കും അയ്യുക്കും, നിങ്ങളിൽ ആരാണ് അഹ്സന അമല് ചെയ്യുന്നവർ. അപ്പൊ നമ്മൾ അങ്ങ് ക്ഷമിക്കും. നമ്മൾ ക്ഷമിച്ചാരായി? അഹ്സന അമല് നമ്മളല്ലേ ചെയ്ത്. അപ്പൊ രണ്ടു പ്രാവശ്യം ഇങ്ങനെ നടക്കുമ്പോൾ ആളും വിചാരിക്കും, ഇപ്പൊക്കെ എന്താ ഇപ്പൊ പറ്റിയത്? അപ്പൊ ഖുർആൻ പഠിക്കണതിന്റെ ഇതാണ് അല്ലെ. അപ്പൊ വെറുതെ ഇനിയിപ്പം ഞാൻ അവളോട് വർത്താനാക്കിയിട്ട് എന്താണ്, ഇത് കൊളാവുന്ന ലക്ഷണമാണ്, അപ്പൊ ഞാനും കുറ്റക്കാരനാവുന്ന വേണ്ട. അങ്ങനെ നോക്കൂ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി മക്കളായിരിക്കാം, അവരോടൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചതിനേക്കാൾ നന്നായി സംസാരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു എന്താ പറഞ്ഞ, വഖൂലു ഖൗലൻ സദീദ വയുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ഇതൊക്കെ ആയത്തുകളാണ്. അപ്പൊ ആ ആയത്ത് നമ്മൾ വായിച്ചു മനസ്സിലാക്കി. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ നല്ല വർത്താനാണ് പറയേണ്ടത്. നല്ല വർത്താനം, ഏറ്റവും നല്ല വർത്താനം ഖുർആൻ തന്നെയാണ്. ഖുർആനിലൂടെ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റിഫ്ലക്ട് ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വർത്താനാക്കി നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് എന്താ, നമ്മളെ എല്ലാ കാര്യങ്ങളും അള്ളാഹു നന്നാക്കി തരും. വയുസ്ലിഹ് ലക്കും അഅമാലക്കും, ഏറ്റവും ഇസ്ലാഹ് ഉള്ളതാക്കി മാറ്റി തരും നമ്മളെ പ്രവർത്തനങ്ങൾ ഓരോന്നും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, എന്താണ് നമ്മുടെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്ത്, മുമ്പത്തതൊക്കെ അള്ളാഹു പുറത്തങ്ങ് മാപ്പാക്കി തരികയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മള് നല്ല വർത്താനം മാത്രം പറയാം. മുമ്പൊക്കെ നമുക്ക് ദേഷ്യം വരികയായിരുന്നു, കുട്ടികളോട് അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, നിനക്ക് നിസ്കരിച്ചില്ലേ. നമ്മൾ നല്ലതായിരിക്കും നമ്മൾ നല്ലതല്ലേ പറയും. നല്ലത് പറയുന്നത് നല്ല പോലെ പറയണ്ടേ. ഖുർആൻ ഇങ്ങനെയാണ്. ഖുർആൻ സതുപദേശമാണ്, മൗഇളയാണ്. അപ്പൊ മൗഇള എന്താന്ന് നമ്മൾ പഠിക്കുകയാണ്, ഖുർആനിൽ തന്നെ പഠിക്കുകയാണ്. മൗഇള എന്താണ്? മൗഇള വയലിൽ നമ്മൾ കേട്ടത്. പണ്ടൊക്കെ വലിയമാരൊക്കെ വയലിൽ, നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും, ഞാനും പോയിട്ടുണ്ട് വയലിൽ കേൾക്കാനായിട്ട്. ആ പണ്ടത്തെ കാലത്ത് അല്ലെ. അതിലൊന്നും മനസ്സിലാവൊന്നുമില്ലായിരുന്നു, എന്നാലും വയലെന്ന് പറഞ്ഞു പോവായിരുന്നു. എന്താണ് വയലെന്ന് മാവില്ല എന്ന് വെച്ചാൽ സതുപദേശം. അങ്ങനെ ഇപ്പം ഊറ്റാലോചിക്കാന്ന് പറഞ്ഞ മാതിരി സതുപദേശം എന്ന് മാത്രം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇതെന്തെന്നാ സതുപദേശം എന്ന് വെച്ചിട്ടാണെങ്കിൽ. യെസ്, സുബ്ഹാനല്ലാഹ്. അതായത് ഏറ്റവും നല്ല വർത്തമാനം, അത് കേൾക്കുന്നവർക്കത് മനസ്സിലാകുകയും അത് പ്രവർത്തിക്കാൻ, അതായത് അത്രയും ഹൃദയത്തിലേക്ക് എടുക്കാൻ തോന്നുന്ന വിധത്തിലുമുള്ള സംസാരം. നമ്മൾ അങ്ങനെയാണ് പറയാ. നിസ്കരിച്ചിട്ടില്ല ഇത്രയും നേരമായിട്ട് ഞാൻ ഇത്ര പ്രാവശ്യമായി പറയണമെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ നിസ്കരിക്കാൻ പറയാ. അസ്തഗ്ഫിറുല്ലാഹ്. ഉമ്മന്റെ കുട്ടിയല്ലേ, അതായത് ചേർത്ത് പറയാം. അപ്പൊ നമ്മളിങ്ങനെ പറയാം, അള്ളാഹ്ക്ക് ഇഷ്ടാരനെയാണ്, അതന്നെയല്ലേ സുബ്ഹാനല്ലാഹ്. നമ്മൾക്ക് ജീവിതത്തിൽ എന്താ നമുക്ക് നേടിയെടുക്കാനുള്ള മക്കളെ, എന്ത് നമ്മൾ നിസ്കാരം കൊണ്ടല്ലേ നമ്മളെല്ലാ കാര്യം ശരിയാവുള്ളൂ അല്ലെ. നമസ്കാരം എന്ന് വെച്ചാൽ എന്താണ്? നിസ്കരിച്ചാൽ
നിസ്കരിക്കുന്നവന്റെ കാര്യങ്ങളാണ് എല്ലാം ശരിയാവുക, നിസ്കരിക്കാത്തവന്റെ എല്ലാ കാര്യങ്ങളും മോശവുമാണ്. ഇങ്ങനെയാ റസൂല് പറഞ്ഞിട്ടുള്ളത്. മക്കളെ, ദുനിയാവും വേണം ആഖിറവും വേണം. കുട്ടികൾ ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ ദുനിയാവിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടല്ലോ. അത് പറഞ്ഞിട്ടെങ്കിലും അവരെ അള്ളാഹുവിനോട് അടുപ്പിക്കാൻ, ആ രീതിയിൽ നമ്മൾ സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ ആ സംസാരം നമുക്ക് എവിടുന്നേ കിട്ടുള്ളൂ? ഖുറാനിനെ കിട്ടുള്ളൂ. റസൂലിന്റെ ഹദീസുകൾ അപ്പൊ നമ്മുടെ വായിൽ എങ്ങനെ വരും? റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഖുറാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? സമയത്തിന് നിസ്കരിക്കൂല, ഞാൻ നിസ്കരിച്ചോളാം. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ്, ഇന്ന സ്വലാത്ത് കാനത്തലൽ മുഅ്മിനീന കിതാബം മൗഖൂത. അള്ളാഹ് ഖുറാനിൽ പറഞ്ഞ എന്താണെന്ന് അറിയോ മക്കളെ? നിസ്കാരം എന്ന് പറയുന്നത് എന്താണ്? അതിന് സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ്. അതിനൊരു എക്സ്ക്യൂസും ഇല്ല. ഫസ്റ്റ് അള്ളാഹ് നമ്മളോട് ചോദ്യം ചോദിക്കുന്ന നിസ്കാരത്തെ പറ്റി. അതിന് ടൈം സെറ്റ് ആക്കിയാ തന്നിട്ടുള്ള ടൈമിന് തന്നെ നിസ്കരിക്കണ്ടേ? ദുഹർ അസറിനോട് ചേർത്ത് നിസ്കരിച്ചാൽ മതിയോ മക്കളെ? അല്ലെ? ഖുറാനിൽ അങ്ങനെയാ പറഞ്ഞിട്ടുള്ള. ഹദീസ് നമ്മളല്ല പറയുന്നത്. ഞാൻ ഇത്രയും സമയം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കേട്ടില്ല എന്നൊന്നും ഞാനൊന്നുമില്ല. ഖുറാനിൽ ഇങ്ങനെയാ പറഞ്ഞത്, റസൂൽ ഇങ്ങനെയാ പറഞ്ഞത്. അങ്ങനെ നമ്മളെ കൗല് നമ്മൾ നന്നാക്കി കൊണ്ടുവരുമ്പോൾ സുബ്ഹാനല്ലാഹ് ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇത് എവിടുന്ന് പഠിച്ചു? ഖുറാൻ പഠിച്ചു. ഖുറാൻ പറഞ്ഞതാണ്, നമ്മളെ കാര്യങ്ങൾ ശരിയാക്കി തരുന്ന റബ്ബ് പറഞ്ഞതാണ്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ തഖ്വയോടുകൂടി ജീവിക്കുന്നവന് തീർച്ചയായിട്ടും അവന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമുണ്ടാക്കി കൊടുക്കും, അല്ലെ? ഫമയത്തഖില്ലാഹ യജഅൽ ലഹു മഖ്റജ. അത് മാത്രമാണ്, അവന് ഉപജീവനം വിശാലമാക്കി കൊടുക്കും. വിചാരിക്കാത്ത അത്രയും വിശാലമാക്കി കൊടുക്കും. സൂറത്ത് തലാഖ് ഒന്ന് വായിച്ചു നോക്കൂ, ഒറ്റ പേജ് വായിച്ചാൽ മതി. അതിനകത്ത് പറയുന്നുണ്ട് തവക്കുൽ ചെയ്യുന്നവന്റെ എല്ലാ കാര്യങ്ങളും അതല്ല ഏറ്റെടുത്തോളും, പിന്നെ ഒന്നും ചിന്തിക്കാനില്ല, അല്ലേ? ലാ ഹൗല വലാ ഖുവത, എല്ലാം എളുപ്പമാക്കി കൊടുക്കും. അവനൊരു മഖ്റജ് ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ സ്റ്റക്കായി എവിടെയും നിൽക്കാൻ പോണില്ല. കാരണം എന്താണ്? നമ്മൾ അള്ളാന്റെ മാർഗത്തിലുള്ളവരാണ്. നമ്മളിങ്ങനെ പ്രശ്നങ്ങളിൽ ഇതാകുമ്പോൾ അള്ളാഹ് പറയാനതാ ഖുറാനിൽ നോക്കുമ്പോൾ നമുക്ക് സൊല്യൂഷൻസ് കിട്ടുന്നു. ഖുർആൻ അതാണ്, ഷിഫാഉൽ മാഫി സുദൂർ. നമുക്ക് ഹൃദയത്തിനാണ് വിഷമം, ഖുർആൻ തുറക്കും. ഖുർആനിലൂടെ നമുക്ക് എല്ലാറ്റിനും ഷിഫ ഉണ്ട്. നമുക്ക് നമ്മുടെ ഹുദാണ്, വഴികാട്ടിയാണ്, അല്ലേ? സുബ്ഹാനല്ലാഹ്, നമുക്ക് സന്തോഷ വാർത്തയാണ്. എന്തൊക്കെയാണ് ഖുർആൻ? മൗഇലയാണ്. നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് എടുക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും തോന്നുകയാണ്. ഇപ്പൊ തന്നെ എത്ര ആയത്തുകൾ നമുക്ക് കിട്ടിയല്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതുപോലെ നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരുപാട് ആയത്തുകൾ ഉണ്ടാവും. നിങ്ങൾ ചർച്ച ചെയ്യണം. നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ചർച്ച ചെയ്യണം. ഒരു പ്രാവശ്യം വായിക്കുന്ന ആയത്തുകൾ നിങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് എടുക്കണം. അതാണ് തദബ്ബുർ എന്ന് പറയുന്നത്. ആ ഒരു ഇതിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ തദബ്ബുർ ചെയ്യാൻ നിങ്ങളുടെ ഹൃദയത്തെ തുറക്കൂ എന്ന് പറയുന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ തദബ്ബുർ എന്ന് പറയുമ്പം അതൊരു ഇങ്ങനെ പഠിക്കലും മനസ്സിലാക്കലും പരീക്ഷ എഴുതലും ഒന്നുമല്ല. നമ്മളൊരു ആയത്ത് വായിക്കുന്ന സമയത്ത് അല്ലെ, നമ്മൾക്ക് മനസ്സിലായി ഇന്നൊരു കാര്യം, അപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച്, ഈ റബ്ബ് എന്നോട് ഈ കാര്യമാണല്ലോ പറയുന്നത്, ഈ കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തണമല്ലോ. അപ്പൊ ഞാനിതാ വായിച്ചപ്പോൾ ഇങ്ങനെ ഒരു ആയത്ത് കേട്ടു കേട്ടോ. കുട്ടികൾ ചിലപ്പം കേട്ടില്ലെങ്കിലോ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവണ്ട. നമ്മൾ ഈ ഖുർആൻ പഠിക്കുന്ന ഫ്രണ്ട്സിന്റെ അടുത്ത് നമ്മൾ അതൊന്ന് ഷെയർ ചെയ്യുന്നതാ, ഇങ്ങനെ ആയത്തിൽ ഞാൻ പഠിച്ചത് എനിക്ക് ഭയങ്കര ഇതായിട്ടോ. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ആ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്തായി, നമ്മളിലും അവരിലേക്കും ആ ഒരു ആയത്തിനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിലൂടെ നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. അതാണ് തദബ്ബുർ എന്ന് പറയുന്നത്. പഠിക്കുക, മനസ്സിലാക്കുക, ഹൃദയത്തിലേക്ക് എടുക്കുക, ചർച്ച ചെയ്യുക, ജീവിതത്തിലേക്ക് അത് സെറ്റാക്കുക. എളുപ്പല്ലേ? തീർച്ചയായിട്ടും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഓരോ പ്രാവശ്യവും ഖുർആൻ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ മനസ്സിലുള്ളൊരു ചിന്ത അത് മാത്രമാണ്. പലപ്പോഴും നമ്മളെ മൈൻഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോവും. ഇത്രയൊക്കെ പഠിച്ചിട്ടും നമ്മൾ നമസ്കാരത്തിൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഓതുമ്പോഴും ചിലപ്പോൾ ഇങ്ങോട്ട് ചിന്ത വരുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ ഞാനും നിങ്ങളും ഒരുപോലെ റബ്ബിൻ്റെ അടുത്ത് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. റബ്ബേ, എനിക്ക് ഇതൊന്ന് മനസ്സിലാക്കി തരണം, ഇതിലെ കാര്യങ്ങളൊക്കെ ഒന്ന് എനിക്ക് തിരിച്ച് റബ്ബിനോട് അങ്ങനെ ചോദിക്കാം. റബ്ബിന് ഇഷ്ടമാണ് ചോദിക്കുന്നവരെ, അല്ലേ? സുബ്ഹാനല്ലാഹ്, 99 പ്രാവശ്യം 100ാമത്തെ പ്രാവശ്യം ചോദിക്കാൻ റബ്ബ് കാത്തുക്കുന്ന. റബ്ബിന് അങ്ങനെ ഇഷ്ടമാണ് ചോദിക്കുന്നവർ. നമുക്ക് ചോദിച്ചുകൊണ്ടേ ഇരിക്കാം റബ്ബിന്റെ അടുത്ത്. അല്ലാഹു അക്ബർ. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ദുആ കൂടിയുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബിയ ഖൽബി വനൂറ സദരി വജലാ ഹുസ്നി വദഹാബ ഹമ്മി. സുബ്ഹാനല്ലാഹ്, ഈ ഒരു ദുആ എപ്പോഴും പഠിച്ചു വെക്കുക. വലിയൊരു ദുആന്റെ കൂടെ ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ടാവും, നിങ്ങളുടെ ദുആ ബുക്കിലൊക്കെ ഉണ്ടാവും. ഇത് സെപ്പറേറ്റ് ആയിട്ടും ബൈഹാർട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമായതുകൊണ്ട് ഇങ്ങനെ എടുത്തു വെച്ചതാണ്. സുബ്ഹാനല്ലാഹ്, എന്താണ് അള്ളാഹിന്റെ അടുത്ത് ചോദിക്കുന്നത്? ഇനി നമ്മൾ ഒരുമിച്ച് പറയണ ഖുലൂബന എന്ന് പറഞ്ഞാൽ മതി. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബിയ ഖുലൂബന വനൂറ സുദൂരിന വജലാ അഹ്സാനിന വദഹാബ ഹമൂമിന എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഖുലൂബിന, സുദൂരിന, അല്ലെ? അങ്ങനെ പറയാം നമുക്ക് വേണമെങ്കിൽ. നമുക്ക് എന്ന് പറയും, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അത് ഇതുപോലെ ഖുർആൻ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. കൽബി, അല്ലെ? റബ്ബി എന്ന് പറയുമ്പോൾ റബ്ബി എന്റെ റബ്ബേ, അല്ലെ? കൽബി എന്റെ ഹൃദയത്തെ, ആ എന്റെ ഞാൻ, അത് മാത്രമേ വരുന്നുള്ളൂ. നാ കൂട്ടുമ്പോൾ എന്തായി? ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്ക് തരണേ, ഞങ്ങൾക്ക്, ആ രീതിയിലോട്ട് പോയി. ഇനി അത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമാണല്ലോ. എന്തായാലും എല്ലാം നമുക്ക് ഒരുമിച്ച് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ റബ്ബന റബ്ബന എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാമല്ലോ. സുബ്ഹാനല്ലാഹ്.
അപ്പൊ എന്താ പറയണേ? റബ്ബിന്റെ അടുത്ത് ചോദിക്കണേ എന്താ? ഖുർആനിനെ എനിക്ക് എന്തൊക്കെ ആക്കി തരണേന്നാ പറയുന്നത്? റബിയ കൽബി, ഹൃദയത്തിന്റെ വസന്തം. വസന്തം എന്ന് വെച്ചാൽ എന്താ? എപ്പോഴും പ്ലസന്റ് ആയിരിക്കും അല്ലെ? സുബ്ഹാനല്ലാഹ്. ഭയങ്കര നല്ല ക്ലൈമറ്റ് ആയിരിക്കും അല്ലെ? നല്ല പൂക്കളും കളറുകളും പൂമ്പാറ്റകളും ഒക്കെ ഉള്ള, നമ്മളിങ്ങനെ കണ്ണടച്ചാൽ നമുക്ക് കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. നമ്മൾ കാഴ്ചകൾ കണ്ട് യാത്രകളൊക്കെ പോയി ടൂറൊക്കെ പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. നമ്മളെ നാട്ടിൽ അത്രമാത്രം നല്ല കാഴ്ചകളൊക്കെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. സുബ്ഹാനല്ലാഹ്. ടൂറൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ കാഴ്ചകൾ കണ്ടു. ഇപ്പൊ പുറത്തൊക്കെ ഇവയിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം, അവിടെയൊക്കെ നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പാർക്കിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഭയങ്കര നല്ല കാഴ്ചകളായിരിക്കും അല്ലെ? സുബ്ഹാനല്ലാഹ്. ഒരു സെക്കൻഡ്. അപ്പോ എപ്പോഴും നല്ലൊരു സമാധാനം നിറഞ്ഞ ഒരു ഒരു എന്താണ്, സമാധാനം നിറഞ്ഞ ഒരു ഒരു സ- ഒരു ഒരു മനസ്സായിരിക്കും. അതിൽ എന്താ പറയാ, ആകുലതകളില്ല, ഒച്ചപ്പാടുകളില്ല, ഭയങ്കര ഒരു ഒരു കാം, ഭയങ്കര ഒരു ഒരു പീസ് ആയിട്ടുള്ള ഒരു ഒരു ഭയങ്കര നല്ലൊരു ഹൃദയം. ഓക്കെ. അതോടൊപ്പം തന്നെയാണ് മനസ്സിന്റെ പ്രകാശം, വെളിച്ചം അല്ലെ? എപ്പോഴും നമുക്ക് ഒരു ഇരുട്ടറിഞ്ഞ പോലെ ഇല്ല. നൂറ് നൂറ് എന്ന് വെച്ചാൽ എന്താണ്? വെളിച്ചം അല്ലെ? അള്ളാഹുവിങ്കിൽ നിന്നുള്ള നൂറാണ് എന്ത്? ഖുർആൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ ഹൃദയത്തിന്റെ നൂറാക്കണം നമുക്ക്. അപ്പൊ എന്തായി? നമുക്ക് ഒരു വഴിമുട്ടിയൊന്നുമില്ല, നമുക്ക് വെളിച്ചം കാണുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? അത് നമുക്ക് കാണിക്കുന്നുണ്ട് അല്ലെ? സുബ്ഹാനല്ലാഹ്. ദുഃഖത്തിന്റെ പരിഹാരം. നമുക്ക് പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വന്നാൽ ഖുർആനിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ദുആ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു നന്മ ചെയ്താൽ അതിന് ഇങ്ങനെ ഉണ്ട്, അങ്ങനെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവും. അതും അവിടെയായി. ദെൻ നമ്മളെ വിഷമങ്ങൾ നമ്മളെ വല്ലാത്ത അല്ലേ, എന്താ പറയാ, നമ്മളെ ഹൃദയത്തിനെ തന്നെ വിഷമിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. മതി, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ നമ്മൾ ഖുർആനിൽ എത്രയോ പഠിച്ചിട്ടുണ്ട്. നമ്മളെ ഹൃദയത്തിന്റെ തീ അങ്ങ് അണച്ചു കളയും. കാരണം ഇബ്രാഹിം നബിയെ തീയിലേക്ക് ഇട്ട സമയത്ത് ഇബ്രാഹിം നബിക്ക് എന്താ പേടിയുണ്ടായിരുന്നു? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. യെസ്, സുബ്ഹാനല്ലാഹ്. നമുക്കത് പറഞ്ഞാൽ പോരെ? ഖുർആനിൽ നമ്മൾ അത് പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഹൃദയത്തിന്റെ കംപ്ലീറ്റ്ലി നമ്മൾ പറയുന്ന നെഞ്ച് കത്തുന്ന പോലെ തോന്നുന്നു, അങ്ങനെയൊക്കെ പറയാറില്ലേ നമ്മൾ? പറയൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. വഴി കാണണോ? ഇന്ന വഴി റബ്ബി സയ്യദ്ദീൻ, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിക്കും, മൂസാ നബി പറഞ്ഞതുപോലെ. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടല്ലേ? വിഷമം വരികയാണ്, വല്ലാതെ വിഷമം തോന്നുകയാണ്. ഒരു ഫ്രണ്ട് നമ്മളോട് പറയാണ് നമുക്ക് വല്ലാത്ത വിഷമം ഉണ്ട് എന്ന്. അപ്പോൾ എന്താണ്, നമ്മൾ അവരോട് പറയാം, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതുപോലെ. യെസ്, അതാണ് പറയുന്നത്. ഖുർആനിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്തായിട്ട് മാറാണ്? നമ്മുടെ ഹൃദയത്തിന് ഒരു വിഷമവും ഇല്ല, ഒരു സങ്കടവും ഇല്ല, പ്രയാസങ്ങളില്ല. നമുക്ക് ഖുർആനിനെ കൊണ്ട് തന്നെ നമ്മളെ തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും അല്ലെ? നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിന്റെ സൊല്യൂഷനുമാണ്, അതോടൊപ്പം മറ്റുള്ളവർക്ക് കൂടി സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനുള്ള ലെവലിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കും ഇതുപോലെ അല്ലെ? നമ്മളുടെ ഹൃദയത്തിന്റെ വസന്തവും നമ്മുടെ മനസ്സിന്റെ വഴികാട്ടിയും പ്രകാശവും, അതേപോലെ നമ്മളെ പ്രശ്നങ്ങൾക്കും എന്താ പറയാ, ബുദ്ധിമുട്ടുകൾക്കുള്ള അല്ലെ, അതിനൊക്കെ ഒരു പരിഹാരവും ആക്കി ഖുർആനെ നമ്മൾ മാറ്റാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ട് അങ്ങനെ ആക്കുമ്പോൾ, മറ്റുള്ളവർ പ്രയാസം പറയുമ്പോൾ, അവരുടെ ടെൻഷനും കാര്യങ്ങളും പറയുമ്പോൾ, അവരുടെ കാര്യം എന്താ പറയാ, സൊല്യൂഷൻ ഇല്ലാതെ അതാകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ആയത്തുകളിലൂടെ അല്ലെ, നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. തീർച്ചയായിട്ടും റബ്ബ് സുബ്ഹാനഹു വതആല ഇങ്ങനെ ഖുർആനെ മനസ്സിന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കിക്കൊണ്ട്, മനസ്സിന്റെ പ്രകാശമാക്കിക്കൊണ്ട്, ദുഃഖത്തിന്റെയും എല്ലാ വ്യാകുലതകളെയും പരിഹാരമാക്കിക്കൊണ്ട്, അങ്ങനെ ഖുർആനിനെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ആഗ്രഹം എന്താണ്? ഖുർആനിനെ ഏറ്റവും നല്ല അല്ലെ ആഴത്തിൽ പഠിക്കണം, മനസ്സിലാക്കണം, അത് ജീവിതത്തിലേക്ക് പകർത്തണം. അത് നമ്മൾ അങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും സാധിക്കും. കാരണം അതിന് നമ്മൾ റബ്ബിനോട് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു നമസ്കാരത്തിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ ഒന്ന് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് ചോദിക്കുക. അതെന്നെ മതി അല്ലേ? സുബ്ഹാനല്ലാഹ്. അതോടൊപ്പം ഇതുപോലെയുള്ള നല്ല ദുആകളൊക്കെ നമ്മൾ റബ്ബിന്റെ അടുത്ത് ചോദിക്കുക. റബ്ബേ, എനിക്ക് ഇങ്ങനെ ആക്കി തരണം, എൻ്റെ ഖുർആൻ എനിക്ക് അങ്ങനെ നിന്റെ അഹ്ലുകാരായിട്ട് എനിക്ക് മാറണം റബ്ബേ. അപ്പൊ ആ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ട് നീ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ ഒന്ന് സഹായിക്കും. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഇതുപോലെ ഒരു ഗ്രൂപ്പിൽ നമ്മളെ അള്ളാഹു കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അള്ളാഹുവിന് നമ്മൾ ഇഷ്ടപ്പെട്ടതും നമ്മൾ ആ വഴിയിലേക്ക് ആക്കിയതും തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് വിട്ടുപോകാതെ അല്ലെ, ആഴ്ചയിൽ ഒരായത്തോ രണ്ടായത്തോ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് അറിയില്ല, തീർച്ചയായിട്ടും ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ അതിനെ ഇഷ്ടത്തോടു കൂടി തന്നെ അതിനെ കാണുക. ഒരു മടിയും അല്ലെ വേണ്ട നമുക്ക്. കാരണം നമുക്ക് പല കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ ഇറങ്ങുമ്പോഴായിരിക്കും നമുക്ക് പല കാര്യങ്ങളും കയറി വരിക. നമ്മൾ സാധാരണ ചെയ്തു വരുന്നതൊക്കെ നമുക്ക് ചെയ്യാനുണ്ടാവും അല്ലെ? അതിനേക്കാൾ ഉപരി പഠിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഇബ്ലീസ് ഇട്ട് നമ്മളെ വട്ടം കറക്കും അല്ലെ? മൂപ്പർക്ക് തീരെ ഇഷ്ടമല്ല, അതാവത് ബില്ലാഹിമിനശ് ശൈത്താനിർ റജീം. കാരണം അവനെ നമ്മളെ തല കയറ്റാൻ നമ്മൾ സമ്മതിക്കില്ല. കാരണം അള്ളാഹു പ്രത്യേകം പറഞ്ഞിട്ട് ഖുർആൻ പഠിക്കാനോ ഇരിക്കുന്ന സമയത്ത് ആദ്യം പറയുന്നത് അല്ലെ, ഇതാ ഖുർആന ഫസ്തഈദ് ബില്ലാഹ്, അതും അള്ളാഹ് പറഞ്ഞ തന്നെയാണ്. നമ്മൾ വിചാരിക്കും എന്തിനാ ഔദു
അല്ലെ? ഔദു അള്ള പറഞ്ഞാണ്, നിങ്ങൾ ഖുർആനിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പറയേണ്ടത് ഔദുബില്ലാ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ അടുത്ത് പ്രൊട്ടക്ഷൻ ചോദിക്കണം, എന്തിൽ നിന്നും? ഷെയ്ത്താനിൽ നിന്നും, ഷെയ്ത്താനി റജിയിൽ നിന്നും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കാം. എന്നിട്ട് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുക? ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് തന്നെ ഖുർആനെ നമ്മൾ സ്വീകരിക്കുക. എപ്പോഴും ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുക. എക്സ്ക്യൂസസ് ഉണ്ടാവും, അതൊക്കെ നമ്മൾ എന്തായാലും നമ്മൾ ഇതൊരു സീരിയസ് ആയിട്ട് തന്നെ പഠനത്തിനെ കാണുക. മരണം വരെ വിദ്യാർത്ഥിയാകും ഞാനും നിങ്ങളും, അങ്ങനെ തന്നെ ആയിരിക്കണം. അതിലൂടെ മാത്രമേ റസൂലും അല്ലെ മരണം വരെ ഖുർആനുമായിട്ടാണ് ജീവിച്ചത്. അത് നമ്മളിലേക്ക് അത് അള്ളാഹുവിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ട് അങ്ങനെ മറഞ്ഞുപോയി. നമ്മൾ മദ്രസയിൽ 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ പഠിച്ച് നിർത്തി. പിന്നെ നമ്മൾ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തു പോകുന്നു, അത്രമാത്രം. ഇനി അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു, ഹൃദയത്തെ തുറന്നു വെച്ചു. തീർച്ചയായിട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ഖുർആന റബിയ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാ അഹ്സാനിനാ വദഹാബ ഹമൂമിനാ. ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 يا رب العالمين. سبحانك اللهم ربنا وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. جزاكم الله خيرا ടീച്ചറെ. وعليكم السلام ورحمة الله وبركاته.